ഈ യാചന കേട്ട് മറുപടി അയച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളുടെ ഈ 10ാമത് രാത്രി കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം പറയുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനി ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി എം കുശി അവറുകൾ, സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, ബഹുമാനിരായ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, ഈ രാത്രിയിലത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജി സക്കറിയ അവറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന, ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും ഈ രാത്രി യോഗത്തിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ 9 ദിനരാത്രങ്ങളിൽ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരുന്നു. പകലിൽ സന്തോഷമുള്ളവർ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട് അതാത് സമയങ്ങളിൽ കർത്തദാസന്മാരെ നമ്മുടെ മധ്യേ അയച്ചു വിലപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ, വ്യക്തിപരമായും സഭയോടുമുള്ള ദൈവിക ആലോചനകൾ കർത്താവ് നമ്മുടെ മധ്യേ കൈമാറിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ രാത്രിയിലും എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, അങ്ങനെ ഹൃദ്യമായ ശബ്ദത്താൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള ഇന്ന് രാത്രിയിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വചനത്തിലൂടെ വ്യക്തിപരമായൊക്കെ സംസാരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവ് ദാസൻ പാസ്റ്റർ ജി സക്കറിയ അവരുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു കർത്തദാസനാണ്. പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ വളരെ അടുത്ത് ഇടപഴകുവാൻ, വളരെ സ്നേഹത്തോടെ ഇടപഴകുവാനൊക്കെ കർത്താവ് നൽകുന്ന നല്ല നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്ററാണല്ലോ. തുടർന്നൊരു സമയം കർത്താവിൻ്റെ ദാസൻ നമ്മോട് ദൈവജനം ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. കാട്ടോലീവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ, കാട്ടോലീവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ അവൻ വെട്ടിയിണച്ചെന്നെ നല്ലോലിവിൻ തരു ഓടു ചിന്തിച്ചതെന്നും അവൻ വെട്ടിയിണച്ചെന്നെ നല്ലോലിവിൻ തരു ഓടതു ചിന്തിച്ചെന്നും പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും, കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാമെന്നതും ഓർത്തതിമോദമോടെ, തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടാം എന്നതും ഓർത്തതിമോദമോടെ. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എം കോശി, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫ്, ഇവിടെ ആയിരിക്കുന്ന എല്ലാ മാന്യ ദൈവദാസന്മാർ, ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുന്ന ദൈവജനത്തോടൊപ്പം ദൈവവചനമായി നിൽപ്പാൻ കർത്താവ് ഒരു അവസരം ഒരുക്കി തന്നതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 9 ദിവസവും കർത്താവ് നമ്മളെ സഹായിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ആ ദൈവശബ്ദങ്ങളെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും കുടുംബജീവിതത്തിനും നമ്മുടെ സഭയ്ക്കും ഈ ദേശത്തിനും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള വന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. ഇങ്ങനെ ഒരു കാലത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. 14-15 കൂടെ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. താങ്ക് യു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ അങ്ങനെ നാം ഇനിയും മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ 10-ാം രാത്രിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടിയാക്കുന്ന ഈ വലിയൊരു സാവകാശത്തിനായി സ്തോത്രം. അപ്പോൾ ഈ നൽകി തന്ന നല്ല ദൈവവചനത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഈ വചനത്തെ കർത്താവ് എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളങ്ങൾക്ക് ആവശ്യമുള്ള ദൈവവചനം ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ കറക്റ്റ് ചെയ്യണമേ, ഞങ്ങളെ പണിതെടുക്കണമേ. ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് കൊള്ളാവുന്ന ശ്രേഷ്ഠ ജനമാക്കി കർത്താവെ, ആടി ഉലയുന്ന ശിശുക്കളെ പോലെ ആകാതെ കർത്താവ് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇന്ന് കർത്താവെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ പിന്നിൽ അടിനെ മറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് ദൈവമേ, കടന്നു വരണമേ കർത്താവെ. കടന്നു വന്ന് ഞങ്ങളുടെ ഓരോരുത്തരോടും ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമാനവും മഹത്വവും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു അപ്പച്ചൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ദൈവവചന ഭാഗമാണ് ഇന്ന് രാത്രികാലം നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ മുമ്പോട്ട് 10-ാം വാക്യം തൊട്ടും അല്ലെങ്കിൽ 8-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ദൈവം 5-fold മിനിസ്ട്രി ദൈവം സഭയ്ക്ക് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് ദൈവം ഈ ശുശ്രൂഷ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാരൊക്കെ ദൈവസഭയ്ക്ക് എന്തിനാണ് നൽകി തന്നത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, അവരെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ എന്താണ് എന്ന് തെളിവായി നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൽ 2 കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലെടുത്ത് കാണിച്ചിട്ട് അതിനെപ്പറ്റി ഇന്ന് രാത്രികാലം നമ്മൾ അല്പനേരം ചിന്തിക്കാൻ പോവുകയാണ്. 2 ഇടത്തായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അവസാനത്തെ 14-15 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ശിശുക്കളാകാതെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകണം. സ്തോത്രം. ആ ഒരു വിഷയത്തെ പറ്റി ആയിരിക്കും നമ്മൾ ഇന്ന് രാത്രികാലം ചിന്തിക്കുന്നത്. ഈ എഫേസ്യ ലേഖനം നമ്മൾ എടുത്ത് പഠിക്കുന്ന ഉടനെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പും ക്രിസ്തുവിനെ കണ്ടതിന് ശേഷവും 2
വ്യത്യസ്തമായ രാവും പകലും എന്ന് പറഞ്ഞ പോലെ വ്യത്യസ്തമായ രണ്ട് സ്റ്റേറ്റ്സിനെ നമുക്ക് ദൈവത്തിൽ കാണാൻ കഴിയും. ഒരാൾ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ആ ആളുടെ ആ ജീവിതം എങ്ങനെയായിരുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ആ വ്യക്തിയെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ക്രിസ്തുവിനെ താൻ കണ്ടുമുട്ടിയതിന് ശേഷം, ക്രിസ്തുവുമായിട്ടൊരു എൻകൗണ്ടർ വന്നതിന് ശേഷം ആ വ്യക്തി എന്തായി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് നടന്നത് എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് ഞാൻ 1-2 വാക്യങ്ങൾ പറയാം, എന്നോട് കൂടെ വരണം, അതല്ല എൻ്റെ ചിന്ത. ഞാൻ 1-2 വാക്യങ്ങൾ ഓടി വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ് ഇവിടെ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. സ്തോത്രം. അത് ഏത് സഭയിൽ, ഏത് വ്യക്തി, ഏത് മതത്തിൽ, ഏത് ഭവനത്തിൽ, ഏത് വ്യക്തിക്ക് ജനിച്ച ഒരു വ്യക്തിയാണെങ്കിലും ശരി, കർത്താവ് പറയുന്നു, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, തൻ്റെ വിലയേറിയ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, പാപത്തിൻ്റെ ക്ഷമ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, that man is dead in his trespasses and his sins. അല്ലെങ്കിൽ ആ വ്യക്തി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. എവിടെയൊക്കെയോ ഒരു തെറ്റായ ഒരു ഉപദേശം, തെറ്റായ ഒരു പഠിപ്പിക്കൽ പലയിടത്തും കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഈ പലരും ചിന്തിക്കുന്നത് ഒരു പെന്തക്കോസ് ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടാൽ, ഒരു ദൈവദാസൻ്റെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടാൽ ആ മക്കൾ ഓട്ടോമാറ്റിക്കലി ദൈവരാജ്യത്തിൽ കയറുമെന്ന്. സ്തോത്രം. ഞങ്ങളൊരു കുറച്ച് നാൾ മുമ്പ് ഒരു പട്ടണത്തിൽ പാർക്കുന്ന സമയത്ത് സഭയിൽ ഇങ്ങനെ സൺഡേ സ്കൂൾ എടുക്കുക, ജെസ്സി സൺഡേ സ്കൂൾ എടുക്കുക, ഏറ്റവും സീനിയർ വ്യക്തികളെ ജെസ്സി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരോട് ആദ്യത്തെ ക്ലാസ് അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഒരു സ്ട്രേഞ്ച് ലുക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പം ജെസ്സി മർത്തമായിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞു, ആൻറ്റി, രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരവസ്ഥയുണ്ടെങ്കിൽ ആൻറ്റിയെ പോലുള്ള മർത്തോമയിൽ നിന്ന് വന്നവർക്ക് മാത്രമുള്ളതാണ്. ഞങ്ങൾ ഈ പെന്തക്കോസ് സഭയിൽ ജനിച്ചു വളർത്തപ്പെട്ടതാ, ഞങ്ങൾക്ക് രക്ഷയുടെ ആവശ്യമില്ല. രക്ഷിക്കപ്പെടുക എന്നൊരു പ്രോസസ്സിൽ കൂടെ ഞങ്ങൾ പോകേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറയാൻ ഇടയായി തീർന്നു. ആ കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിലും എനിക്ക് അതിശയമായ ഒരു സംഭവം തോന്നിയെന്ന് പറഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് ഒരു ദൈവദാസനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ മകള് സ്നാനത്തിലോട്ട് കടന്നു വന്നിട്ടില്ല. ഞാൻ ആ വ്യക്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പാസ്റ്ററെ മോള് സ്നാനപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് നാൾ മുമ്പാ സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ അങ്ങനെ പാപമൊന്നും ചെയ്യുന്ന ഒരാളല്ല. കാരണം അവൾ ആകെപ്പാട് ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ല, അവൾ ആകെപ്പാട് മൊബൈൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കുക്കിംഗ് നോക്കുക, കുക്കിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ്, അതിലല്ലാതെ അവൾ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഏതിൽ നിന്നാണ് അവൾ രക്ഷിക്കപ്പെടേണ്ടതെന്ന് പാസ്റ്റർ പറയുന്നതിനോട് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ദൈവവചനം വായിച്ചിട്ടില്ലയോ? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടതാണെന്ന് വളരെ വ്യക്തമായി ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, ഏത് വ്യക്തിക്ക് ജനിച്ചാലും, ഏത് കുലത്തിൽ ജനിച്ചാലും, ഏത് ഭവനത്തിൽ ജനിച്ചാലും, unless that person meets Jesus Christ, യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ക്ഷമ പ്രാപിക്കുന്നിടത്തോളം that person is outside the kingdom of God. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം. കാരണം ഈ 1-ാം തലമുറ, ഞാൻ അതിലോട്ട് വരുന്നുണ്ട്. സ്തോത്രം. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. പക്ഷെ ഇവിടെ പറയുക, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മൾ. 2-ാം വാക്യം പറയുന്നു, നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ പിശാചിനെ അനുസരിച്ച് നടക്കുന്നവരായിരുന്നെന്ന്. സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം. പിശാചിന്റെ മക്കളാണ്, പിശാചിനെ അനുസരിച്ച് നടക്കുന്നവരായിരുന്നു. പിശാച് നമ്മളോട് പറയുന്ന ഒക്കെ ചെയ്തുകൊണ്ട് നടന്ന സമയമായിരുന്നു യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നിടം വരെ. അതിന്റെ 3-ാം വാക്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നവരായിരുന്നു നമ്മള്. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾക്ക് നമുക്ക് പ്ലഷർ തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന, സുഖം തരുന്ന എന്തൊക്കെയോ ജഡിക അഭിലാഷങ്ങൾ, മനോവികാരങ്ങൾ, എന്തൊക്കെയോ നമ്മളെ സുഖിപ്പിക്കുന്ന എന്തൊക്കെയോ ഉണ്ടോ, അതിൽ നമ്മൾ സന്തോഷിച്ച് ജീവിച്ചിരുന്ന കാലങ്ങളും ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നിടം വരെ ദാറ്റ് വാസ് ആ സ്റ്റേറ്റ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരായിരുന്നു നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 3-ാം വാക്യത്തിൽ തന്നെ
ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു. We were children of wrath. ഹല്ലേലൂയ, സ്തോത്രം. സർവ്വ രാജാക്കന്മാർക്കും രാജാവായ കർത്താദി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തിന്റെ കോപത്തിന്റെ പാത്രത നമ്മൾ. Until and unless we meet Jesus Christ, യേശുവിനെ കണ്ടെത്തുന്ന സമയത്താണ് കോപം മാറിപ്പോകുന്നത്. നമ്മുടെ മേൽ വീഴേണ്ട മുഴു കോപവും, ദൈവത്തിന്റെ കോപവും യേശു ക്രിസ്തുവിൽ സാറ്റിസ്ഫൈ ആയി. കർത്താവേ, അത് എൻ്റെ മേൽ വീഴേണ്ടതായിരുന്നു, അത് കർത്താവിന്റെ മേൽ വീണു, അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ സാക്രിഫൈസിനെ അംഗീകരിക്കുന്ന സമയം വരെ we are children of wrath, കോപത്തിന്റെ മക്കളാണ്. നമ്മൾ യേശുവിനെ കാണുന്നതിന് മുമ്പുള്ള ജീവിതത്തിന്റെ കാര്യം നമ്മൾ ചിന്തിച്ചു വരുന്നത് 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം തൊട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരാണ്, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാണ്, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ കന്യരാണ്, യാതൊരു പ്രത്യാശയും നമ്മുടെ ജീവിതത്തിലില്ല, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നിടം വരെ ദിസ് വാസ് our state. പക്ഷേ യേശു ക്രിസ്തുവിനെ കണ്ട് ഒരു വാക്യം കൂടെ, എഫെസ്യരുടെ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം കൂടെ. ഇപ്പോഴോ അല്ലല്ല, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. മുൻപേ നിങ്ങൾ ആരായിരുന്നു? ഇരുളായിരുന്നു. സോ ടിൽ വി മീറ്റ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിനെ കണ്ടെത്തുന്നതിനും വരെ നമ്മൾ ആരായിരുന്നു? ഇരുളായിരുന്നു. ഇനി നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയുടെ, കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ, കർത്താവിനെ തൻ്റെ ജീവിത വഴിത്താരയിൽ കണ്ടെത്തി കർത്താവിൻ്റെ ആ സാക്രിഫൈസിനെ അംഗീകരിച്ചുകൊണ്ട് അപ്രോപ്രിയേറ്റ് ചെയ്ത് കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചിന്തിയ യേശുവിൻ്റെ രക്തത്തിൽ മാത്രം ഞാൻ ആശ്രയിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ, ഏതെങ്കിലും കൺവെൻഷന് കൈപൊക്കിയ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അത് there has to be a deep realization within ourselves. നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമായ ഒരു അനുഭവത്തിലേക്കും ആഴമായ സമർപ്പണത്തിലേക്കും ആഴമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് കടന്നു വന്നതിന് ശേഷം ജീവിതത്തെ പൂർണ്ണമായി യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലാക്കിയതിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ ആക്കുന്ന ഒരു വ്യക്തിയെ 5-ാം വാക്യം 2-5 മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചു. That's the moment when we come alive. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മൾ ജീവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ആ ജീവന്റെ സ്പന്ദനം ആരംഭിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തീയ ഭവനത്തിലോട്ട് ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ അവകാശികളുമായി തീരുന്ന ആ ശ്രേഷ്ഠമായ ആ മോമെന്റ് എപ്പോഴാണെന്നറിയാമോ? കർത്താവ് തൻ്റെ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദ മോമെന്റ് എ സിന്നർ റിപ്പൻസ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ? ഒരു പാപി തൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ മനസ്സിലാക്കി, പാപത്തിന്റെ ആഴം മനസ്സിലാക്കി, ജീവിതത്തിന്റെ വ്യർത്ഥത എത്രമാത്രമായിരുന്നു, യേശു ക്രിസ്തു ഇല്ലാത്ത ജീവിതം എത്ര ഇരുളടഞ്ഞതാണെന്ന് മനസ്സിലാക്കി കർത്താവെ ഞാൻ അനുദപിച്ച് മടങ്ങി വരുന്ന യു ടേൺ എടുക്കുന്ന സമയത്ത് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്ന സമയമുണ്ട്. ഹല്ലേലൂയ. ആ സമയത്താണ് ജീവന്റെ സ്പന്ദനം, സ്വർഗത്തിന്റെ ജീവൻ അകത്ത് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ we are made alive in Christ Jesus. 6-ാം വാക്യം, നിങ്ങൾ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ 7-ാം വാക്യം, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ മരിച്ചവരായിരുന്നു നമ്മളെ കർത്താവ് എന്ത് ചെയ്യുന്നു? ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും. That's when we get the position, കർത്താവിന്റെ മക്കൾ എന്നൊരു പൊസിഷൻ. ദൈവത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ച് സ്വർഗ്ഗത്തിൽ അവനോടുകൂടി ഇരുത്തിയിരിക്കുന്നു. അതേ ആ സ്വർഗ്ഗത്തിൽ എഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുന്ന that's when we receive ആ കർത്താവിന്റെ സൺഷിപ്പ്, കർത്താവിന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് ദൈവം ഇരുത്തുന്നത് അവിടെയാണ്. ഇനി 8-ാം വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടാണ് നമ്മൾ യേശു ക്രിസ്തുവിന്റെ അടുക്കിലോട്ട് കടന്നു വന്ന് യഥാർത്ഥമായ ആ മാനസാന്തരത്തിൽ കൂടെ കടന്നു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. ഇനി 13-ാം വാക്യം,
മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി ദൂരസ്ഥരായിരുന്നു. നമ്മൾ ദൂരസ്ഥരായിരുന്ന ക്രിസ്തുവേശുവിൽ കൂടെ വൺസ് വി മെറ്റ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ആ സമയത്ത് നമ്മൾ സമീപസ്ഥരായി തീരുവാനിടയായി തീർന്നു. ഇനി 18-ാം വാക്യം. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്കുള്ള പ്രവേശനം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറയുക, നമുക്കിവിടെ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം താൻ മുഖാന്തരം നമുക്ക് ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്കുള്ള പ്രവേശനമുണ്ട്. അതുകൊണ്ട് തത്സമയത്തിന് സഹായത്തിനുള്ള കൃപ ലഭിക്കുവാൻ ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വരുവാനുള്ള പദവി ലഭിച്ചത് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട്, സഭയിൽ കടന്നു വന്നതുകൊണ്ടോ, മാതാപിതാക്കൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ടോ, അവർ കർത്താവിൻ്റെ വേല ചെയ്തതുകൊണ്ടോ, അവർ മിഷണറി വർക്കിന് വേണ്ടി ധാരാളം കൊടുത്തതുകൊണ്ടോ നമ്മുടെ മക്കൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അല്ലെങ്കിൽ വ്യക്തിപരമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന സമയം വരെ ഹല്ലേലൂയ ആ ആക്സസ് ഇല്ല എന്ന് ഓർത്തുകൊള്ളണം. സ്തോത്രം. മേക്ക് ദാറ്റ് വെരി ക്ലിയർ. ഹല്ലേലൂയ. അതിൻ്റെ എഫെസ്യർ 5-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ പറഞ്ഞു, we were darkness, നമ്മൾ ഇരുളായിരുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നമ്മളിപ്പോൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ കർത്താവ് ആ ഇരുളെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ആരായി? വെളിച്ചമായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നതിന് മുമ്പും പിൻപും ഉള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചത്. പക്ഷേ ഈ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും കൊരിന്ത ലേഖനത്തിലും നമ്മൾ ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, കം നൗ ഇസ് ദ ടൈം ടു വർഷിപ്പ്, കം ജസ്റ്റ് ആസ് യു ആർ ടു വർഷിപ്പ്. നിങ്ങളാകുന്ന പോലെ ഇങ്ങ് പോരെ, വർഷിപ്പ് ചെയ്യാൻ ഇങ്ങ് വരാനുള്ളൊരു ആഹ്വാനം ആ പാട്ടിനകത്തുള്ളത്. കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരാൻ ആർക്കും കടന്നു വരാം. എസെക്കിയേലിൻ്റെ പ്രവചനം നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലിനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിനെയായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ലോകത്തിൽ ഇറങ്ങപ്പോൾ ഏറ്റവും പാപത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളെ തൻ്റെ ചുങ്കക്കാര്, പാപികളെ എല്ലാവർക്കും കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരികയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പാപികളെ തേടി രക്ഷിക്കാനാണ് ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നത്. രോഗികളെ തേടിയാ വന്നേക്കുന്നത്. രോഗികൾക്ക് ദീനക്കാരന് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞ് ഏറ്റവും പാപത്തിൻ്റെ കുഴിയിൽ കിടന്നവരെ രക്ഷിപ്പാനാണ് കർത്താവ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഏറ്റവും വേഴ്സ്റ്റ് സിന്നേഴ്സിനെ രക്ഷിച്ച് കർത്താവിനെ മക്കളാക്കി തീർക്കാനാണ് കർത്താവ് വന്നേക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ God will not let us to remain in that place. ആ സ്ഥലത്ത് അങ്ങ് ഇരുന്ന് ഞാൻ യേശുവിനെ ഒരിക്കൽ രക്ഷിതാവായി സ്വീകരിച്ച് ഇനി എനിക്കിങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ആരും വരരുത്. സ്തോത്രം. God will start his work. കുശവൻ കളിമണ്ണിൻ്റെ മേൽ പണിയുന്നത് പോലെ, കളിമണ്ണിന് മേൽ അധികാരമുള്ളതുപോലെ നമ്മുടെ മേൽ അധികാരമുണ്ട്. നമ്മുടെ കർത്താവായ ദൈവം നമ്മളെ പണിതു തുടങ്ങും. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീരും. അതിൻ്റെ സ്തോത്രം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്ന, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കുന്നിടം വരെ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്ന, തൻ്റെ സ്വന്തം പുത്രന് സമാനമായി നമ്മൾ തീരുന്നിടം വരെ കർത്താവ് നമ്മളെ പണിയും. അപ്പം കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഓക്കെ, നമ്മൾ കർത്താവ് അതിക്രമങ്ങൾ പാപങ്ങൾ മരിച്ചവരാണ് നമ്മളെ കർത്താവ് നമ്മളെ ജീവിപ്പിച്ചു, കർത്താവിനോട് കൂടി ഇരുത്തി ഇരുളൊക്കെ മാറ്റി വെളിച്ചമാക്കി തന്നു. ഇനി കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്, ക്രിസ്തു എന്ന തലയോളം വളരണം, സകലത്തിലും വളരണം. എല്ലാ കാര്യങ്ങളിലും ദൈവാനുരൂപമായി, കർത്താവിനോട് അനുരൂപമായി വളരണം. സോ ഗ്രോത്ത് ടു മെച്യൂരിറ്റി, പക്വതയിലേക്ക്, ആത്മീയ പക്വതയിലേക്ക്, ആത്മീയമായ വളർച്ചയിൽ, ആത്മീയമായ കാര്യങ്ങളിൽ നമ്മൾ വളരണം. വളർന്നേ മതിയാകുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഈ നമ്മൾ ആ 4-ാം അധ്യായത്തിൻ്റെ ഇവിടെ പറയുന്നത്, നിങ്ങൾ ശിശുക്കളായിരിക്കാതെ എന്ന് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. അപ്പം ഒരു വ്യക്തി ദൈവരാജ്യത്തിലോട്ട് ജനിച്ചു വീഴുമ്പം ഹീസ് എ സ്പിരിച്വൽ ശിശു, ആത്മീയ ശിശു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സഭകളിലൊക്കെ, നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. അവർ ജനിച്ചു കൊണ്ട് എന്തൊരു സന്തോഷമല്ലേ, അവരുടെ കുസൃതികളൊക്കെ കാണാൻ വളരെ സന്തോഷം. ഇടയ്ക്ക് കളിക്കുകയും ഓടും, കുസൃതികളൊക്കെ കാണിച്ചാലും നമുക്ക് സന്തോഷം. സോ ഗ്ലാഡ് ദാറ്റ് വി ആർ ഹാവിങ് ചിൽഡ്രൻ. പക്ഷേ ഒരു 15 വർഷത്തിന് ശേഷം അവർ അതേപോലെ ഓടി നടക്കുകയാണെങ്കിൽ
വിൽ സ്റ്റിൽ നോട്ട് ബി ഹാപ്പി അല്ലേ, വിൽ ബി വറീഡ്. നമ്മളവരെ CDC കൊണ്ടുപോകും, നിഷിൽ കൊണ്ടുപോകും, നോക്കും എവിടെ പറ്റിയേ, എന്തോ പറ്റിയേ, എന്താ വളരാത്തത്, എന്താ സ്റ്റേജസ്, ആ വളർച്ചയുടെ സ്റ്റേജസ്, ആ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാത്ത എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെ ദൈവവചനത്തിനകത്തും നമ്മളെ കാണിക്കുന്ന കുറച്ച് മൈൽ സ്റ്റോൺസ് നമ്മൾ അച്ചീവ് ചെയ്യണം. സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് നമ്മൾ എത്തിയില്ലെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചറസ്. അതാണ് നമ്മൾ ഇന്ന് രാത്രിക്കാലം ചിന്തിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ദൈവം കർത്താവ് എന്തുകൊണ്ടാണ് ശിശുവായി, ആത്മീയ ശിശുവായി എന്നും തുടരരുത് എന്ന് കർത്താവ് നമ്മോട് പറയുന്നത് എന്താ? കുറച്ച് വാക്യങ്ങൾ നമ്മളത് വായിച്ചിട്ട് മുമ്പോട്ടോ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഈ സഭയെ പറ്റി. 10-18 മാസം നിന്ന് ശുശ്രൂഷിച്ച്, പൗലോസ് ശുശ്രൂഷിച്ച് അങ്ങനെ ഉടലെടുത്ത് വളർന്നൊരു സഭയാണ്. അപ്പോൾ ആ സഭയുടെ ഈ എഴുത്തെഴുതുമ്പം AD 50-നടുത്താണ് കൊരിന്ത്യ സഭ സ്ഥാപിക്കപ്പെടുന്നത്. ഈ എഴുത്തെഴുതുന്നതും AD 55, 53, 55, 3 to 5 years ഈ സഭ സ്ഥാപിച്ചതിന് ഒരു 5 വർഷത്തിന് ശേഷം എഴുതിയ ലേഖനമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയെന്ന് പറഞ്ഞു. അപ്പം ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇവർ കർത്താവ് കൊടുത്ത കൃപാവരങ്ങൾക്ക് ഇവർക്ക് കുറവില്ല. വചനം ഐശ്വര്യമായിട്ട് പ്രസംഗിക്കുന്നുമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ പൗലോസ് പറയുക, ഞാനിപ്പോൾ എഴുതാൻ പേന എടുത്തിട്ട് ആത്മീയമായി വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. കാരണം ജഡികന്മാരോടെന്ന പോലെ എനിക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ എഴുതാനേ പറ്റുന്നുള്ളൂ. അടുത്ത വാക്യം, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഞാൻ ഭക്ഷണം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തരാൻ കഴിയുന്നില്ല. നമുക്കറിയാലോ, 6 മാസം അല്ലെങ്കിൽ 3 മാസം പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബീഫൊന്നും ചിക്കനൊന്നും കൊടുക്കാറില്ല. കാരണം അതിനുള്ള വളർച്ചയായിട്ടില്ല. ഈ ആത്മീയ വളർച്ച കണ്ട, ഈ സഭയുടെ ആത്മീയ വളർച്ച കണ്ട പൗലോസ് പറയും, എനിക്ക് നിങ്ങൾക്ക് ഇച്ചിരി കട്ടയുള്ള ആഹാരമൊക്കെ തരണോ, ഇച്ചിരി വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ യു ആർ നോട്ട് ദെയർ, നിങ്ങൾ എത്തുന്നില്ല, നിങ്ങൾ ശിശുക്കളാണ് ഇപ്പോഴും. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ല, ഇപ്പോഴും കഴിവായിട്ടില്ല. അതാ എന്നെ ടച്ച് ചെയ്തത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ലായിരുന്നു? കഴിവില്ല. അത് ഓക്കെയാ. ശിശുക്കളായിരിക്കുന്ന സമയത്ത് 3 മാസം പ്രായമുള്ളപ്പോൾ ചിക്കൻ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷേ എൻ്റെ കൺസേൺ ഈ അവസാനത്തെ വാക്യ, ഇപ്പോഴും കഴിവായിട്ടില്ല. 5 വർഷം കഴിഞ്ഞിട്ടും ഈ കൃപയിലേക്ക് വന്ന് സഭ സ്ഥാപിച്ച് കൃപാവരങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടും 5 വർഷം കഴിഞ്ഞിട്ടും പാലല്ലാതെ ഒരാഹാരം ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും കഴിവായിട്ടില്ല. ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ 5 വയസ്സാകുമ്പം ഇച്ചിരി മീനും ഇറച്ചിയും കഴിക്കാൻ പറ്റുന്നില്ല, അന്നും പാല് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് us, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായി എല്ലാവരും കൺസേൺ ആവും. വി വിൽ ടേക്ക് ദം ടു ദ പീഡിയാട്രീഷ്യൻ. പോയി ചോദിക്കും, ഡോക്ടറെ ഒന്ന് നോക്കിയേ, എൻ്റെ കുഞ്ഞിനത് കഴിക്കാൻ പറ്റും, പാലേ ഇപ്പം കഴിക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ കൺസേണായി ഹൃദയത്തിൽ നീറി വേദനിച്ചുകൊണ്ട് സഭയെ ഉരുവാക്കിയെടുത്ത, പ്രസവവേദന ചെയ്ത് ഉരുവാക്കിയെടുത്ത ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് പരിശുദ്ധാത്മാവിൽ അദ്ദേഹം എഴുതുക, ഇപ്പോഴും നിങ്ങൾക്ക് കഴിവായിട്ടില്ല, നിങ്ങൾ ജഡികന്മാരായിപ്പോഴും. കൃപാവരങ്ങൾ പക്വതയുടെ തെളിവല്ല, അത് മനസ്സിലാക്കണം നിങ്ങൾ. കൃപാവരങ്ങൾ ഒരാളുടെ കയ്യിൽ ദൈവം കൊടുത്തെന്ന് പറഞ്ഞാൽ that doesn't mean that he is spiritually mature. ജീവിതം കൊണ്ട് തെളിയിക്കണം. ജീവിച്ച് തെളിയിച്ചാലേ ഒരു ക്യാരക്ടർ, ക്രിസ്തുവിൻ്റെ സ്വഭാവം ആ വ്യക്തിയിൽ തികഞ്ഞു വരാത്തിടത്തോളം കാലം ആ വ്യക്തി പക്വതയായിട്ടുണ്ട് എന്ന് നമുക്ക്, ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിൽ വളർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കൃപാവരങ്ങളെ ഞാൻ കുറച്ച് കാണിക്കും. കൃപാവരങ്ങളെ ഞാൻ വളരെ ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഒരാളിൽ കൃപാവരങ്ങൾ പ്രാപിച്ചു എന്നതുകൊണ്ട് മാത്രം ആ വ്യക്തി പക്വതയിലെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായിരുന്നത്. പക്ഷേ ഇവരോട് പറയുക, നിങ്ങളുടെ സ്വഭാവം അതിനെത്തോണം മാച്ച് ആവുന്നില്ല,
നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ട്, പ്രവചനം പറയുന്നുണ്ട്, പല കൃപാവരങ്ങൾ നിങ്ങൾക്കുണ്ട്, വിവേചനമുണ്ട്, അല്ലെങ്കിൽ പിന്നെ അന്യഭാഷ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്, ഒത്തിരി കൃപാവരങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളിൽ ക്യാരക്ടർ ഇല്ല, നിങ്ങളിൽ വളർച്ച ഞാൻ കാണുന്നില്ല, ആത്മീയ പക്വത ഞാൻ കാണുന്നില്ല, എങ്ങും എത്തിയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ജഡികന്മാരാണ്. വായിച്ചോ. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഇവിടെ പറയാ എന്തുകൊണ്ടാണ് അവർ ശിശുക്കളാന്ന് പറഞ്ഞത്? ഈർഷ്യയും പിണക്കവും ഇരിക്കെ. അവരുടെ ഇടയിൽ എന്തുണ്ട്? ഇപ്പോ കൃപാവരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ എന്തുണ്ട്? ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നു. എന്നിട്ട് പറയാം അത് നിങ്ങളുടെ ഇടയിൽ കൃപാവരങ്ങളുണ്ട്. ഓക്കെ, ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അതിനോട് കൂടെ ചേർത്ത് കൊള്ളാൻ പറ്റാത്ത വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ഞാൻ കാണുന്നു. എന്താ? മനുഷ്യരെ പോലെ പിണക്കം. എന്നിട്ട് പറയുക അത് നിങ്ങളുടെ ഇടയിലുള്ളപ്പം, ഈർഷ്യയും പിണക്കവും നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആരാ? ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ശേഷം മനുഷ്യരെ പോലെ. എന്തൊരു സ്റ്റേറ്റ്മെന്റ് അത്! ശേഷം മനുഷ്യരെ പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പം. നിങ്ങൾ 5 വർഷം ചർച്ച വന്നു, കൃപാവരങ്ങൾ പ്രാപിച്ചു, ഒക്കെ ശരിയാ. പക്ഷേ യു ആർ സ്റ്റിൽ ദ സെയിം. ഒരു വ്യത്യാസവും ഇല്ല. അവരോട് ചോദിക്കുന്നത് എന്തിനാ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഇവിടെ അടിക്കാനാ വന്നെങ്കിൽ അവിടെ നിന്ന് അടിച്ചാൽ പോരായിരുന്നോ? ഇപ്പൊ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് അടിക്കുന്നതുകൊണ്ട് അടി 2 അടി കൂടുതൽ കർത്താവിൽ നിന്ന് കിട്ടും. അവിടെ നിന്ന് 1 അടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ചിട്ട് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഈർഷ്യയും പിണക്കവും അടിയുമാണെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ശേഷം മനുഷ്യരെ പോലല്ലയോ? വാട്ട്സ് ദ ഡിഫറൻസ്? വൈ ഡിഡ് യു കം ആഫ്റ്റർ ഓൾ? എന്തോ കണ്ടോണ്ടോ ഇങ്ങോട്ട് വന്നേ? അവിടെ അങ്ങ് നിന്നാൽ പോരായിരുന്നോ? ഇവിടെ അടി ഉണ്ടാക്കാനോ, ഇവിടെ ഈർഷ്യയും പകയും പിണക്കവും ഗ്രൂപ്പിസവും കളിക്കാനാണ് എന്തിനാ ചർച്ചിനകത്ത് വന്ന്? വെളിയിൽ നിന്നങ്ങ് ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇപ്പോഴും ശിശുക്കളാ, വളർന്നിട്ടില്ല. 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷം സഭയിൽ കടന്നു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും അടിയും ഈർഷ്യയും പകയും പിണക്കവും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു വളർന്നിട്ടില്ല. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? നിങ്ങൾ സാധാരണ. aren't you like people of the world? NLT-യിലുള്ള ട്രാൻസ്ലേഷൻ ലോകത്തിലുള്ള മനുഷ്യരെ പോലല്ലയോ നിങ്ങളെ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? നിങ്ങൾക്ക് എന്തോ മെച്ചമുള്ളേ, എന്തോ പുകഴ്ച നിങ്ങൾക്ക് പറയാനുള്ളത്? സഭയിൽ വന്നു, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കൃപാവരങ്ങൾ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വരെ ഒന്ന് സ്കാൻ എടുത്തിട്ട്, MRI സ്കാൻ എടുത്തിട്ട്, കർത്താവിൻ്റെ വചനത്തിൽ കൂടെയുള്ള സ്കാൻ എടുത്തിട്ട് പറയാ there is no change in you. ഒരു രൂപാന്തരവും വന്നിട്ടില്ല, ഒരു ചേഞ്ചും വന്നിട്ടില്ല, ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ല, ആത്മീയമായ ഒരു പക്വതയും വന്നിട്ടില്ല. എവിടെ ജനിച്ചു വീണോ അവിടെ കിടക്കുന്നതേ ഉള്ളൂ. Aren't you like നിങ്ങൾ സാധാരണ മനുഷ്യ? Aren't you like mere people of the world? ലോകത്തിൽ വഴിയെ നടക്കുന്ന ആരോടെങ്കിലും നിങ്ങളെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ജീവിതങ്ങളെ കണ്ട് യേശുവിനെ കാണേണ്ടവർ നമ്മളെ നോക്കിയിട്ട് യേശുവിനെ കാണാൻ അവർക്ക് കഴിയുന്നില്ല. അവർ ചൂടാകുന്നത് പോലെ നമ്മളും ചൂടാകാറുണ്ട്, അവരടിയുണ്ടാക്കുന്ന പോലെ നമ്മളും അടിയുണ്ടാക്കാറുണ്ട്, അവർ വഴക്കുണ്ടാക്കുന്ന പോലെ നമ്മളും വഴക്കുണ്ടാക്കാറുണ്ട്. വാട്ട്സ് ദ ഡിഫറൻസ്? പിന്നെ എന്തിനാ ഒരു സഭ വരണ്ടേ? പറ. സ്തോത്രം. കർത്താവ് പറയാ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ അല്ലയോ? സ്തോത്രം. ഇനി എബ്രായലേഖനം 5-ാം അധ്യായത്തോടെ നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. എബ്രായലേഖനം 5-ാം അധ്യായം 11 മുതൽ ഉള്ള വാക്യങ്ങൾ. അതിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ യേശുക്രിസ്തു മഹാപുരോഹിതനാണെന്ന് നന്നായി തെളിയിച്ച്, ഇനി ഇച്ചിരി കട്ടിയുള്ള യേശുക്രിസ്തു ദൈവപുത്രനെങ്കിലും തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതുകൊണ്ട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും. ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ടോപ്പിക്. യേശുക്രിസ്തു ദൈവപുത്രനായിരുന്നിട്ടും ഹി ഹാഡ് ടു ക്രൈ ഔട്ട്. വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടി വന്നു. അങ്ങനെ വളരെ വളരെ കട്ടിയുള്ളൊരു ടീച്ചിങ് ഇങ്ങനെ പറഞ്ഞോട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയേ 15-ാം വാക്യം തൊട്ട് വായിച്ചേ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കട്ടിയായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ട്.
എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ കട്ടിയായിട്ടുള്ള ആഹാരം നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്നില്ല. യു ആർ നോട്ട് ഏബിൾ ടു റിസീവ് ഇറ്റ്. ഈ കട്ടിയായിട്ടുള്ള ദൈവവചനം, ആഴമേറിയ ദൈവിക സത്യങ്ങൾ, മർമ്മങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, ആ ഒരു ഡിസേൺമെൻറ്റിലോട്ട് എത്തുന്നില്ല, ആ ഒരു വളർച്ചയിലോട്ട് നിങ്ങളാരും എത്തുന്നില്ല. നിങ്ങൾ ഡള്ളായിപ്പോയി. സ്പിരിച്വലി നിങ്ങൾ ഡള്ളായിരിക്കുക. ഇൻഫൻസ് അടുത്ത വാക്യം വായിച്ചോ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കും. കാലം നോക്കിയാൽ നിങ്ങൾ എന്തായിരിക്കണം? ഇപ്പൊ ഈ സമയം കൊണ്ട് ഉപദേഷ്ടാക്കന്മാരായിരിക്കണം. ഒരു 4 പേരോട് യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നൊന്ന് പറയാനുള്ളൊരു കപ്പാസിറ്റി എങ്കിലും എത്തണം. പാസ്റ്ററായില്ലേലും സുവിശേഷകനായില്ലേലും പ്രവാചകനായില്ലേലും ഒരാളോട് യേശുക്രിസ്തുവിൽ കൂടെ നീ രക്ഷ പ്രാപിക്കും, യേശുക്രിസ്തുവിൽ കൂടെ നീ രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ നീ നിത്യ നരകത്തിലോട്ട് പോകും എന്ന് പറയാനെങ്കിലും ഉള്ളൊരു കപ്പാസിറ്റി അതില്ല. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം നിങ്ങൾക്ക്. ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ഇപ്പോഴും എന്താ പറയണ്ടേ? ABCD പറഞ്ഞു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ആദ്യ പാഠങ്ങളെ പറ്റി ഒന്ന് ഓർത്ത് നോക്കിയേ. 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിപ്പിക്കേണ്ട, A+B² ഒക്കെ പറഞ്ഞ് ഓൾജിബ്രയും ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ പഠിക്കേണ്ട ആളോട് ഇപ്പോഴും ബോട്ട് മാസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട സമയമാണ്. ബ്രാക്കറ്റാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്, പിന്നാണ് ഓഫ് നോക്കേണ്ടത്, പിന്നെ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യണം. ആ ഓർഡർ ചെയ്യണം എന്നുള്ള സിമ്പിൾ ബേസിക്സ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ എങ്ങനെ ഇവരെ ഓൾജിബ്ര പഠിപ്പിക്കുന്നേ? അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. അപ്പൊ നമ്മൾ FSL 4-ാം അധ്യായത്തിൽ നിങ്ങൾ ശിശുക്കളായിരിക്കാതെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം എന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ കർത്താവ് എബ്രായ സഭയോട് പറയുക, നിങ്ങൾ ഇപ്പോഴും എന്താ ശിശുവാ. അടുത്ത വാക്യം. നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവർ അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. കട്ടിയായുള്ള ആഹാരം കഴിക്കാനുള്ള കപ്പാസിറ്റിയിൽ എത്തിയിട്ടില്ല, മെച്യൂരിറ്റിയിലോട്ട് വന്നിട്ടില്ല, സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് എത്തിയിട്ടില്ല. ദൈവത്തിന് നമ്മളെപ്പറ്റിയ ഉദ്ദേശം എന്താ? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് FSL 4-ാം അധ്യായത്തിലൂടെ തിരിച്ചു വരാം. അതിന്റെ 14-ാം വാക്യം. FSL 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. കർത്താവ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് എന്ന് ശിശുക്കളായിരിക്കാനാണോ? അല്ല, ശിശുക്കളായിരിക്കാതെ. ഇനി 12-ാം വാക്യം വായിച്ചു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം. ഇത്രയേ ഉള്ളൂ. തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ മെച്യൂർ ആകുക, ആത്മീയമായ മെച്യൂരിറ്റിയിലോട്ട് എത്തുക. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിൻ്റെ 15-ാം വാക്യം. നമ്മൾ വായിച്ചു. അപ്പം കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം ദാറ്റ് വി ഷുഡ് ഓൾ മെച്യൂരിറ്റിയിലോട്ട് നമ്മളൊന്ന് എത്തണം, ആത്മീയ പക്വതയിലോട്ട് നമ്മൾ എത്തണം, ആത്മീയ തികവിലോട്ട് ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മീയ ശിശുവായിരിക്കേണ്ട ഒരു സമയമുണ്ട്. ജനിച്ചു വീഴുന്ന ക്രിസ്തു ദൈവസഭയിലോട്ട് ജനിച്ചു വീഴുന്നൊരു സമയത്ത് ആത്മീയ ശിശുത്വം ഇസ് ഗുഡ്, അത് വേണം, അത് വളർന്ന്, പക്ഷേ എന്നും അവിടെ ഇരിക്കാനല്ല, വളർന്ന് മെച്യൂരിറ്റിയിലോട്ട് എത്തണം എന്നാണ് ദൈവത്തിൻ്റെ പദം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ചില കാര്യങ്ങൾ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് എത്തുവാൻ നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ FSL ലേഖനത്തിനകത്തുണ്ട്. ആ FSL ലേഖനത്തിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നാമത് അതിൻ്റെ 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് മതി. ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം, ഉരിഞ്ഞു കളയണം. ദാറ്റ് ഈസ് എ വെരി നെസസറി പ്രോസസ്.
യേശു ക്രിസ്തുവിലോട്ട് വരുന്ന ഒരു വ്യക്തി, യേശു ക്രിസ്തുവുമായിട്ടൊരു എൻകൗണ്ടറിലോട്ട് വരുന്ന ഒരു വ്യക്തി ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് യാക്കോബയിൽ നിന്നും മർത്തോമയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റ് മതത്തിൽ നിന്നൊക്കെ യേശുവിനെ കണ്ടുവരുന്നത് ഒരു ജെന്യുവൻ റിപ്പൻറ്റൻസാണ്, ഭയങ്കര ജെന്യുവൻ റിപ്പൻറ്റൻസ് ആയിരിക്കും അവർക്ക്. അടുത്ത തലമുറ വരുമ്പോൾ ദേ ഗ്രൂ അപ്പ് ഇൻ ദ ഹോം, ദൈവഭവനത്തിലല്ലേ വളർന്നത്. അവർ പാട്ടും പ്രാർത്ഥനയൊക്കെ കണ്ട് പിന്നെ പപ്പായും മമ്മിയും സഭയിൽ പോകുന്നതുകൊണ്ട് അവരും കൂടെ ബൈബിൾ എടുത്തുകൊണ്ട് അങ്ങ് പോകും. കുറച്ച് വാക്യങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് ഫ്രണ്ടിൽ പറഞ്ഞ പാസ്റ്ററും ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയാണ്. വന്ന് പിള്ളേരൊക്കെ വന്ന് ഫ്രണ്ട് പാട്ടൊക്കെ പാടി സാക്ഷിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ എല്ലാവരും അല്ല, പലരുടെ ജീവിതത്തിൽ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ ഈ ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല. അവർ പറയുന്നത് എന്താ, ഞങ്ങൾ ക്രിസ്തീയ ഭവനത്തിൽ ഞങ്ങൾക്ക് 2-3 തലമുറയുടെ പരിചയം ഞങ്ങൾക്കുണ്ട്, അനുഭവം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളിതെല്ലാം കണ്ടതാണ്. ദർസ് നത്തിങ് മോർ ടു ഡു. ഞങ്ങൾക്ക് ഈ പാട്ടുകളെല്ലാം അറിയാം, വാക്യങ്ങൾ ഞങ്ങൾ കാണാൻ വേണ്ടി 119 സംഘത്തിന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല സ്റ്റേജുകളിൽ പറഞ്ഞ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടേ? ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ടില്ല. ഈ എഫെസിൽ നമ്മൾ വായിച്ചു 2-ാം അധ്യായത്തിൽ നമ്മുടെ യഥാർത്ഥ സ്റ്റേറ്റ് എന്താണെന്ന്, അവരുടെ ആ റെച്ചഡ്നെസ്, ആ സെൽഫിഷ്നെസ്, ആ സെൽഫ് സെൻറ്റേഡ്നെസ്, സിൻഫുൾ നേച്ചർ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. സോ ദേ ഹാവ് നെവർ ടേക്കൺ ഇറ്റ് അവേ. കർത്താവിൻ്റെ സെല്ലിലോട്ട് കടന്നു വരുമ്പോൾ ഹൗ റെച്ചഡ് ഐ ആം, അമേസിംഗ് ഗ്രേസ് ദാറ്റ് സേവ്ഡ് എ റെച്ച് ലൈക്ക് മീ എന്ന് പാടാൻ അവർക്ക് കഴിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധരാണ് ഞങ്ങൾ. ഒരു ദൈവദാസൻ പറഞ്ഞു, തൻ്റെ അനുഭവം പറഞ്ഞു. തൻ്റെ മാതാവ് ആദ്യം രക്ഷയിലേക്കോട്ട് കടന്നു വന്നത്, ഇവർ വളരെ പാവപ്പെട്ട ഒരു നീഗ്രോ സമൂഹത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാ. ഇവരെ മക്കളെല്ലാം കൂടെ 8-9 മക്കളുണ്ട്, ഇവരെല്ലാം കൂടെ വലിച്ചുകൊണ്ട് ചർച്ചിൽ പോകും. അപ്പോൾ അവർ സന്തോഷത്തോടെ പാടുന്ന അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റെച്ച് ലൈക്ക് മീ. ഇത്ര അധമ പാപിയായ എന്നെ വിടുവിച്ച കർത്താവിൻ്റെ കൃപ എത്ര വലുതാണെന്ന് പാടുമ്പം ഈ പുള്ളി ഇങ്ങനെ ഞോണ്ടിയിട്ട് ചോദിക്കും, അമ്മ ആർ യു എ റെച്ച്, നിങ്ങളൊരു അധമ പാപിയായിരുന്നോ എന്ന് ചോദിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് വന്നിട്ടില്ല. തൻ്റെ ജീവിതത്തിലെ റെച്ചഡ്നെസ് എത്രമാത്രം ആഴമാണെന്ന്, ദൈവത്തിൻ്റെ കോപത്തിലാണ് താൻ വസിക്കുന്നതെന്നും, ഒരു ആത്മീയ ഭവനത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആൾ സ്വർഗരാജ്യത്തിലോട്ട് പ്രവേശിക്കത്തില്ലെന്നുള്ള ടീച്ചിങ് വരാത്തത് കൊണ്ട് ഹീ സേയിങ് ഐ ആം നോട്ട് എ റിച്ച്. ഞാൻ വിശുദ്ധനല്ലേ, ഞാനൊരു വിശുദ്ധ ഭവനത്തിലല്ലേ ജനിച്ചു വളർന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ദർ ഇസ് നോ, ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നടന്നിട്ടില്ല. നടക്കാതെ പഴയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് അതിൻ്റെ മേളിൽ പുതിയ ഉടുപ്പിട്ടുകൊണ്ട് കയറും നമ്മൾ. ഞങ്ങൾ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ ഒരു പൈതലിനെ കണ്ടു. നല്ല പെന്തക്കോസ്ത് സഭയിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു പൈതലാ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചർച്ചിൽ പോകുന്നില്ല ഇനിയും. അപ്പം ഞങ്ങളവിടെ ഉണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു പൈതലായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, മോനെ ഞങ്ങൾ കൂടുന്ന സഭവാ. ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ അതെല്ലാം കഴിഞ്ഞു, ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം നിർത്തി ഞാൻ. അപ്പോൾ ചോദിച്ചു, ഞങ്ങളൊരു ദിവസം വളരെ ക്ലോസ് ആയിട്ടൊന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, മോനെ നീ എന്നാ രക്ഷയുടെ അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? അത് 10ാം ക്ലാസ്സിലെ പരീക്ഷ ആകുന്നതിന് മുമ്പ് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, മോനെ നീ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ നീ 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് എഴുന്നേറ്റ് രക്ഷയുടെ അനുഭവത്തോട്ട് വരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം നീ സ്നാനപ്പെട്ടതോ? അത് ബികോമിന് അഡ്മിഷൻ കിട്ടാൻ പോകുന്ന നേരത്തെ മമ്മിയോട് പ്രത്യേകം പറഞ്ഞു, നീ സ്നാനപ്പെടാതെ പോയാൽ നീ നശിച്ചു പോകും, അതുകൊണ്ട് സ്നാനപ്പെട്ടിട്ടേ പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടതാ. അപ്പം നിനക്ക് പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ടില്ല, പഴയ മനുഷ്യന്റെ റെച്ചഡ്നെസ് കണ്ടിട്ടില്ല, അതിന്റെ ഗൗരവം കണ്ടിട്ടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ആ പഴയ മനുഷ്യനെ ധരിച്ചുകൊണ്ടുള്ള പോക്ക് എത്രമാത്രം സീരിയസാ, എത്ര ദൈവത്തിന്റെ കോപം വിളിച്ചു വരുത്തുന്നതാണെന്ന് മനസ്സിലാക്കാതെ അത് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് നമ്മുടെ സഭയിലുള്ള പിള്ളേർ. കൊരിന്ത് സഭയിലും അങ്ങനെ ഉണ്ടായിരുന്നു, എബ്രായ സഭയിലും അങ്ങനെ ഉണ്ടായിരുന്നു, എഫെസസ് സഭയിലും ഉണ്ടായിരുന്നു. അവരോടാണ് പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യേണ്ട, ബേസിക് ഫണ്ടമെന്റൽ കാര്യം, ഇഫ് യു വാണ്ട് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്, ആദ്യം പഴയ മനുഷ്യനെ അതിനെ മുഴുവൻ ഊരിക്കളയണം. ഗലാത്യന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, യേശു ക്രിസ്തുവിനുള്ളവർ അവർ തങ്ങളുടെ ജഡത്തിന്റെ പ്രവർത്തികളെ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രൂശിച്ചു. ഈ സ്വയത്തെ, പഴയ മനുഷ്യനെ
പുതിയ പെയിന്റ് അടിച്ചുകൊണ്ട് കൊണ്ടു നടക്കാനുള്ള പ്രമാണമല്ല ദൈവവചനത്തിനകത്ത് തന്നിരിക്കുന്നത്. അതിനെ ഉരിഞ്ഞ് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമ്മൾ വായിക്കുന്നു, I have been crucified with Christ. ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. There is no other solution. അതിനെ മധുരം കൊടുത്ത് പോഷിപ്പിച്ച് പെയിന്റ് അടിച്ച് നന്നാക്കി പഴയ മനുഷ്യനെ കൊണ്ട് നടക്കാനല്ല, പഴയ മനുഷ്യനെ പൂർണ്ണമായി ക്രിസ്തു യേശുവിനോട് ക്രൂശിക്കപ്പെട്ട് അതിനെ ക്രൂശിച്ചതിന് ശേഷം ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്റെ കർത്താവ് എന്നിൽ ജീവിക്കുന്നെന്നുള്ള ഉറപ്പോടെ പറയാൻ കഴിയുന്നിടത്തോളം കാലം we will never grow in Christ. Hallelujah. Hallelujah. ഞാനൊരു 3-ാം തലമുറ വിശ്വാസിയാ. എൻ്റെ അപ്പച്ചന്മാരൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നതാ. ഞാനും ഇതുപോലെ കഴിഞ്ഞതാ. 7-ാം വയസ്സിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സ്തോത്രം. 13-ാം വയസ്സിൽ സ്നാനപ്പെട്ടു. 17-ാം വയസ്സിൽ കർത്താവിൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു. അതൊക്കെ ശരിയാ. പക്ഷേ പലപ്പോഴും ദൈവത്തിൽ നിന്ന് വഴുതി പോകുന്ന അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ 3-ാം വർഷം പഠിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു ട്രൂ എൻകൗണ്ടർ ഉണ്ടായത്. അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു. അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ആഴമായ സമർപ്പണത്തിലോട്ട് വന്നു. അതിനുശേഷം വീണ്ടും ചില അനുഭവങ്ങൾ കർത്താവുമായി പേഴ്സണൽ എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴാണ് ഈ ജഡത്തിന്റെ പ്രവർത്തികളെ പൂർണ്ണമായി ക്രൂശിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവസരം നൽകി തന്നത്. ഞാൻ കംപ്ലീറ്റ് ആയെന്നല്ല പറയുന്നത്, പക്ഷേ we need to have that personal encounter where our old self has to go to the cross and die. യേശു ക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്ന് നമ്മുടെ പഴയ മനുഷ്യനെ അതിന്റെ സകല പ്രവർത്തികളെ ക്രൂശിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? Do you remember the day when you said, കർത്താവേ, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഇനി ക്രിസ്തു. I have been crucified with Christ. ഞാൻ ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. ഹല്ലേലൂയ. ഞാനിനി ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവപുത്രനുള്ള വിശ്വാസത്താൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഒരു അവസ്ഥയിലോട്ട് കടന്നു വന്നിട്ടുണ്ടോ? That's the first experience, basic experience that we need to go through. ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഒരു അനുഭവം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ട്രൂ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യഥാർത്ഥമായൊരു എൻകൗണ്ടർ. നമ്മുടെ പഴയ മനുഷ്യനെ അതിൻ്റെ സകല 5 ഗലാത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 5:24 വായിക്കാമോ? ക്രിസ്തു യേശുവിനുള്ളവർ. ഗലാത്യർ 5:24. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. രാഗമോഹം. നമുക്ക് എല്ലാവർക്കും ടെംപ്റ്റേഷൻ ഉണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഈ ലോകം നമ്മളെ ആകർഷിക്കും. നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രവർത്തികളിലേക്ക്, ഇതിൻ്റെ കാമഭോഗങ്ങളിലേക്ക് നമ്മളെ വലിച്ചടച്ചുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ ശക്തമായി എല്ലാവർക്കും ഒരുപോലെ ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ ദിവസവും ആ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ബിക്കോസ് ഓഫ് ദിസ് ഐ ഡൈ ഡെയിലി. ഞാൻ ദിവസേന മരിക്കുന്നു. എൻ്റെ ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്നെ ജഡത്തിലേക്ക് അല്ലെങ്കിൽ ക്രൂശിൽ നിന്ന്, വഴിയിൽ നിന്ന്, ദൈവത്തിൻ്റെ പാതയിൽ നിന്ന്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വലിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ എഫേർട്ടും എടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത്, പൗലോസ് പറയുക, ഞാൻ ചെയ്യുന്നത് I die daily. Daily I go to the cross and crucify myself. കാരണം അല്ലെങ്കിൽ എൻ്റെ പഴയ മനുഷ്യൻ പൊങ്ങി വരും. പലപ്പോഴും എൻ്റെ പഴയ ജഡത്തിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും പൊങ്ങി വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ നോക്കും, എവിടെയെങ്കിലും ഇത് പൊങ്ങി വരുന്നുണ്ടോ, അതിനെ ക്രൂശിക്കും ഞാൻ. കൊലോസ്യർ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആകയാൽ ഈ പ്രവർത്തികളെ, കൊലോസ്യർ 3-ാം അധ്യായത്തിന് 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുണ്ട്. അല്ലെങ്കിൽ മരിപ്പിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ഒത്തിരി വിഷയങ്ങൾ എനിക്കുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ പക്ഷേ അതിൽ ഒരു ബേസിക് ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻസ് ഒന്ന് നമുക്ക് പോകാൻ പറ്റുമോ? കർത്താവേ, ഹല്ലേലൂയ, ലെറ്റ് മീ ഹാവ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്കുണ്ടാകണോ? ഡൈ ഡെയിലി. അല്ലെങ്കിൽ എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ദിവസേന ക്രൂശിക്കുന്ന, ജഡത്തിനോട് ദിവസേന മരിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പം ദൈവസന്നിധിയിൽ ദാറ്റ് ഷുഡ് ഹാപ്പൻ ഫണ്ടമെൻ്റലി. പിന്നെ അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറയുന്ന ചില കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എഫെസ്യർ 4-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം പറയുന്ന, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിക്കണം. മെച്യൂർ ആകണോ? ക്രിസ്തീയ പക്വതയിലേക്ക് വരണോ? ഭോഷ്ക് ഉപേക്ഷിക്കണം. അത് ചെറിയ കളവും വലിയ കളവൊന്നുമില്ല.
വൈറ്റ് ലൈയും ബ്ലാക്ക് ലൈയും ഇല്ല. ഭോഷ്ക് ഉപേക്ഷിക്കണം. ഭോഷ്കിൻ്റെ മാർഗങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. ഭോഷ്കിൻ്റെ അപ്പൻ ആരാ? പിശാച. അവൻ്റെ ചരക്ക് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവനെ അനുസരിച്ചാണ് നമ്മൾ നടക്കുന്നത്. ആ അവസ്ഥ മാറണം. ഭോഷ്ക് നമ്മൾ ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ. എഫെസ്യരുടെ 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന സത്യം കെട്ടിയും അരയ്ക്ക് സത്യം കെട്ടണം. ഭോഷ്ക് ഉപേക്ഷിച്ച് സത്യം അരയ്ക്ക് കെട്ടിയാൽ മാത്രമേ ആത്മീയ യുദ്ധത്തിന് നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഭോഷ്ക് നമ്മൾ ഉപേക്ഷിക്കണം. അടുത്തതായി മൂന്നാമത് എഫെസ്യരുടെ 4-ാം അധ്യായം ഇതിന്റെ 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. കോപിച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യാതിരിപ്പീൻ. കാരണം ഇറ്റ്സ് എ വെരി സ്ലിപ്പറി സ്ലോപ്പ്. നമ്മൾ ഈ വാട്ടർഫോൾസിലൊക്കെ പിള്ളേർ പോയി സെൽഫി എടുത്ത് തെന്നി പോകാറില്ലേ? ഓൾറെഡി അവിടെ വെള്ളമുണ്ട്, നനഞ്ഞിരിക്കുക, വളരെ സ്ലിപ്പറിയാണ് അവിടെ പോയി നിൽക്കരുതെന്ന് അവിടെ നാട്ടുകാരൊക്കെ പറയും. പക്ഷേ നമുക്കെന്താ ഒരു ത്രില്ല അതിൻ്റെ അറ്റത്ത് പോയി നിന്ന് ഇങ്ങനെ ഒരു സെൽഫി എടുക്കാൻ. കാരണം that's how it is. പക്ഷേ ആ സ്ലിപ്പറി സ്ലോപ്പിൽ തെന്നിയാൽ അങ്ങ് താഴെ ചെന്ന് നിൽക്കൂ. അത് നമ്മൾ ഓർക്കണം. ഇവിടെ പറയുക, ഇൻ യുവർ ആങ്കർ ഡു നോട്ട് സിൻ. കോപിച്ചാൽ കോപം നമ്മുടെ ജീവിതത്തിൽ വരാം. ചില അനീതി നമുക്കെതിരെ പ്രവർത്തിക്കപ്പെടുമ്പോൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾക്കെതിരെ ആരോപിക്കപ്പെടുമ്പോൾ ഒക്കെ എന്ത് ചെയ്യാം? കോപം വരാം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചിലപ്പം ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കെന്ത് ചെയ്യാം? കോപം വരാം. പക്ഷേ അതെന്ത് ചെയ്യരുത്? പാപത്തിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കരുത്. വി ഷുഡ് ബി വെരി കെയർഫുൾ. വളരെ ഈ നമ്മൾ ദൈവവചനത്തിനകത്ത് നോക്കുമ്പോൾ 37-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? 37-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്. അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. അപ്പൊ കോപം നെഞ്ചത്തിരിക്കുന്നെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ചിലപ്പം ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ചിലപ്പം വളരെ അന്യായം നമുക്കെതിരെ ചെയ്തിട്ടുണ്ടാവാം. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്. പക്ഷേ ഇത് നമ്മൾ ഈ സാധാരണക്കാരെ പോലെ അല്ല. നമ്മൾ ആദ്യം വിളിച്ച ക്രിസ്തുവിൻ്റെ അടുക്കിലോട്ട് വന്നത് ഒരു സാധാരണ ജീവിതം നയിക്കാനല്ലല്ലോ. നാണങ്ങളുണ്ടെങ്കിൽ നമുക്ക് മുൻപ് ജീവിച്ചിരുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു. കർത്താവിൻ്റെ അടുക്കിലോട്ട് വരുന്നുണ്ട്. ഗോഡ് ഇസ് കോളിംഗ് അസ് ഫോർ എ ഹയർ സ്റ്റാൻഡേർഡ്. ഒരു ഉന്നതമായ സ്റ്റാൻഡേർഡ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. കർത്താവിന് അനുരൂപരായി നമ്മൾ തീരാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ്സ് ആർ വെരി ഹൈ. അപ്പോൾ ഇവിടെ പറയുക, കോപം ഉപേക്ഷിച്ച് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്. അതെന്ത് ചെയ്യും? ദോഷത്തിന് ദോഷം ഒത്തിരി പേരെ മുറിക്കും. ഒത്തിരി ദോഷം അതുകൊണ്ട് ചെയ്യും. അതുകൊണ്ട് കോപം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ക്രോധത്തിലോട്ട് പോകാൻ ഇടയാകരുത്. ക്രോധം വരുമ്പോഴേ കർത്താവിൻ്റെ കടങ്ങളിൽ അതൊന്ന് ഏൽപ്പിക്കണം. കർത്താവ്, എനിക്ക് ഒത്തിരി കോപം, ഇത് പാപത്തിലോട്ട് എന്നെ നയിക്കരുത് കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അത് ജഡത്തിൻ്റെ പ്രവൃത്തിയിലോട്ട് എന്നെ നയിക്കരുത്, പാപത്തിലോട്ട് എന്നെ നയിക്കരുത്. കുടുംബ ബന്ധങ്ങൾ തകരാൻ ഇടയാകരുത്. എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള കോപം വന്ന് അത് ഔട്ട് ബേസ്റ്റായി മാറരുത്. എന്തുവേതും പറയുന്ന അല്ലെങ്കിൽ ഒരു അവസ്ഥയിലോട്ട് ഞാൻ പോകരുത്. ചിലരൊക്കെ അടപ്പ് തെറിച്ച എന്തൊക്കെയാണ് പറയുന്നത് നമുക്കറിയത്തില്ല. ഒരു ലൈസൻസും ഇല്ലാതെ ഇവിടെ വന്ന് കടുകിട്ട് പൊട്ടിക്കുന്നത് പോലെ അന്യഭാഷ പറയുന്നവരായിരിക്കും. വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ എന്താ ഒരു വിഷയം വന്നാൽ എങ്ങനെ പ്രതികരിക്കുന്നത്, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ദെയർസ് നോ ലൈസൻസ്. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ദോഷത്തിന് കാരണമായി തീരും. ഞങ്ങൾ ഈ യങ്സ്റ്റേഴ്സിനിടയ്ക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നുണ്ട്. വീട്ടിൽ നടക്കുന്ന ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ ബാൻറ്റർ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് ഇച്ചിരി ചൂടാകും. അവർക്കത് ലൈസൻസ്, അവർക്കത് ഒരു പരിചയമായി കാണും. പക്ഷേ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഭയങ്കര ഡാമേജ്. അവർ പറയും, ഇപ്പം പപ്പയും മമ്മിയും അവരെന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോൾ ഞങ്ങൾക്ക് പേടിയാങ്ങളെ, ഞങ്ങൾ പോയി ഒളിക്കും, ഞങ്ങൾക്കത് കേൾക്കാൻ പറ്റത്തില്ല. what trauma it creates. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ എന്തുമാത്രം ട്രോമ അത് ഉണ്ടാക്കുന്ന അറിയോ? നമ്മളത് മനസ്സിലാക്കത്തില്ല. നമ്മൾ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, എല്ലാം പറയും. പക്ഷേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ദ ട്രോമ ഇറ്റ് ഹാപ്പൻസ്, അത് അവരെ മെൻ്റൽ ഹെൽത്ത് ഇൽനെസ്സസിലോട്ട് അവരെ കൊണ്ടുപോകും. ഒത്തിരി കുഞ്ഞുങ്ങളോട് ഇടപെട്ടിട്ടാണ് ഞാൻ പറയുന്നത്, തിയറിയല്ല. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. അത് ദോഷത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഞാൻ ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും ഞാൻ സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? സഭാപ്രസംഗി 7-ാം അധ്യായം 9-ാം വാക്യം.
നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. ആ. മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. അവിടെ പറയുന്ന കോപം വസിക്കുന്ന എവിടെയാണെന്നറിയാം? മൂഢന്മാരുടെ മാർവിൽ. കോപം ഇപ്പോഴും അവിടെ നെഞ്ചിലിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ദൈവവചനം വിളിക്കുന്ന നമ്മളെ എന്താ പേര് വിളിക്കുന്നത്? മൂഢന്മാർ. ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിലോട്ട് വളരണോ? ഈ ഫൂളിഷ്നെസ് ഒക്കെ മാറണം. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഞാൻ എന്നെ കൂടെ ചേർത്ത ഇത് എന്നോടുള്ള ദൂത. നിങ്ങളോട് പറയുന്നത് എന്നോട് ഒത്തിരി പ്രസംഗിച്ചാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഞാൻ തികഞ്ഞവനായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ തന്നെ ദൈവസനിൽ ഈ വാദനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചേച്ചാണ് ഞാൻ നിൽക്കുന്നത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാതെ ദോഷത്തിന് കാരണമായി തീരത്തേ ഉള്ളൂ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപിപ്പാൻ താമസമുള്ളവരായിരിക്കും. അല്ലേ? അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നല്ലോ. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. ആമേൻ. കേൾപ്പാൻ വേഗത. കേൾക്കണം, പെട്ടെന്ന് കേൾക്കണം. ഒരാൾ പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് ദൈവം നമുക്ക് 2 ചെവി തന്നേക്കുന്നത്, ഒരു നാവേ തന്നിട്ടുള്ളൂ. കേൾപ്പാൻ വേഗത, പെട്ടെന്ന് 2 ചെവി കൂടെ അകത്ത് കയറണം. പക്ഷെ പറവാൻ താമസം വേണം. കോപിപ്പാനും കോപത്തിന് താമസം. ടേക്ക് ടൈം. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ കോപത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യും. അത് ഭയങ്കര മുറിവുണ്ടാക്കുന്ന വാക്കുകളായിരിക്കും ചിലപ്പോൾ മറ്റേ ആൾക്ക്. അത് ചിലപ്പം ഉണക്കാൻ കഴിയാത്ത ഒരു മുറിവിലേക്ക് ചിലപ്പം പോയെന്നിരിക്കാം. പക്ഷേ ടേക്ക് ടൈം, ഗിവ് ഇറ്റ് ടൈം. ഇച്ചിരി സമയം ഒന്ന് കൊടുത്തു നോക്കിയേ. ആ കോപം തന്നെ താഴും. ഒത്തിരി ദോഷം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ക്രിസ്ത്യൻ മെച്യൂരിറ്റി ഗ്രോ ചെയ്യണോ, ക്രിസ്തീയ പക്വതയ്ക്ക് വളരണോ, കോപത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചേ മതിയാകുകയുള്ളൂ. പെട്ടെന്ന് വരുന്ന കോപത്തെ അടക്കുവാൻ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിപ്പാൻ നമ്മൾ പഠിച്ചേ മതിയാകുള്ളൂ. 4-ാം അധ്യായം 29-ാം വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ സംസാരം വളരെ സൂക്ഷിക്കണം. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് പകുതിയിലെത്തി. യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും, ഒത്തിരി കൃപ തരും, ഒത്തിരി വിഷയങ്ങൾക്ക് വിടുതൽ തരും. പക്ഷേ ഇതൊക്കെ ചോർന്നു പോകുന്ന ഒരു വഴിയുണ്ട്. എവിടെയെന്നറിയാമോ? നമ്മുടെ നാവിൽ കൂടെ. ഒത്തിരി ഇടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സമർപ്പണത്തോടെ 21 ദിവസം അല്ലെങ്കിൽ 40 ദിവസമൊക്കെ ഇരുന്ന് ഉപവസിച്ച് വെള്ളം നല്ലപോലെ സ്ട്രഗിൾ ചെയ്ത് ആഹാരമൊന്നും കഴിക്കാതെ വെള്ളം മാത്രമേ കുടിച്ച് ഇരുന്ന് 21 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് ഈ കൃപയൊന്നും പിന്നില്ല. ഇവിടെ ഒരു ഭയങ്കര ശക്തിയായിട്ട് ആരാധിച്ചിരുന്നവരാ. എന്ത് പറ്റി? എവിടെയോ കൃപ ചോർന്നു പോകാനുള്ള ഒരു വഴി നമ്മുടെ സംസാരം. ഇവിടെ പറഞ്ഞേക്കുന്നത് ലെറ്റ് നോ അൺഹോൾസം വേർഡ്സ് കം ഔട്ട് ഓഫ് യുവർ മൗത്ത്. ആകാത്ത ഒരു വാക്ക്, മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരാത്ത ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? പുറപ്പെടരുത്. ഈ വാക്ക് സ്പാരോസ്, SPAROS എന്നുള്ള ഗ്രീക്ക് പദമാണ്. സ്പാരോസിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അഴുകിപ്പോയത്, ചീഞ്ഞത്, അഴുകിപ്പോയകാരൻ എന്നാ ഈ സ്പാരോസിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം. അഴുകിപ്പോയ വാക്കുകൾ, ചീഞ്ഞളിഞ്ഞ വാക്കുകൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കരുത് ആർക്കും. മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്താൻ കഴിയുന്ന, ഞാൻ പറയുന്ന ഒരു വാക്ക്, ഒരു ആൾ തളർന്നിരിക്കുവാണെങ്കിൽ, കുഴഞ്ഞ മുഴങ്കാലുകളുള്ളാണെങ്കിൽ, തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്ന ചില വാക്കുകൾ പറയാമെങ്കിൽ എനിക്ക് പറയാം. അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന നല്ലത്. ഇടിച്ചു കളയുവാനല്ല, പണിവാൻ അത്ര നമുക്ക് തന്നിരിക്കുന്ന അധികാരം. നമുക്കെല്ലാം നാവിന്മേൽ അധികാരമുണ്ട്. ആ അധികാരം മറ്റുള്ളവരെ ഇടിച്ചു കളയുവാനായിട്ട് ഉപയോഗിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കോപം മുഴുവൻ തീർക്കാനായിട്ട് വാക്കുകൾ ഉപയോഗിക്കരുത്. പണിയുവാൻ, ബ്രിങ് ഹീലിംഗ് ത്രൂ യുവർ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്തട്ടെ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ബലം പകരട്ടെ. തളർന്നിരിക്കുന്ന കുഴഞ്ഞ മുഴങ്കാലുകളുള്ളവൻ എഴുന്നേറ്റ് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില സൗഖ്യങ്ങൾ നടക്കട്ടെ. അതിനൊരു ഹീലിംഗ് നമ്മുടെ നാവിനുണ്ടായാൽ മതിയാകൂ. ആകാത്ത ഒരു വാക്കും പറയരുത്. ഈ ആകാത്ത ഒരു വാക്ക് പറയരുതെന്ന് പറയുമ്പോൾ ഈ നാക്കിൻ്റെ കണക്ഷൻ എവിടെയാണെന്നറിയാമോ? സ്തോത്രം. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന് 35 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 33 മുതലുള്ള വാക്യങ്ങൾ. 12-ാം അധ്യായം മത്തായി. ഒന്നുകിൽ വൃക്ഷം നല്ലത്,
ഫലവും നല്ലത് എന്ന് വെയ്പ്പീൻ. അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെയ്പ്പീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. ഒരു ഫലം കൊണ്ടാണ് ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് എങ്ങനെയാ സംസാരിക്കുന്നത്? ഇത് രണ്ടും കൂടെ ഒത്തുവരുന്നില്ല. നമ്മളൊക്കെ നല്ലപോലെ പ്രൈസിലോട് പറയും. ആ വ്യക്തിയോട് നമുക്ക് ഒരു തരത്തിൽ ഇണങ്ങാൻ പറ്റാത്ത ആളോട് നമുക്ക് മടി കൂടാതെ ചിരിച്ചോണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പ്രൈസിലോട് പറയാൻ മടിയില്ല. നമ്മൾ അഭിനയിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ഹോണസ്റ്റി ഇല്ല, ഒരു ഇന്റഗ്രിറ്റി ഇല്ലാത്ത ഒരു കൂട്ടമായി മാറി നമ്മൾ. കർത്താവ് ചോദിക്കുക, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് അകത്ത് ദുഷ്ടത വെച്ചോണ്ട് നിങ്ങൾ നല്ലത് എങ്ങനെ സംസാരിക്കുന്നത്? ഹൗ ആർ യു ഏബിൾ ടു ഡു ദാറ്റ്? ഇത്ര നന്നായി അഭിനയിക്കാൻ നിങ്ങൾ എവിടുന്നാ പഠിച്ചേ? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ഹാർട്ടിനുമായിട്ട് കണക്റ്റഡ് നമ്മുടെ ടങ്, നമ്മുടെ നാവ് കണക്റ്റ് ആയിരിക്കും നമ്മുടെ ഹൃദയത്തോട്. ഹൃദയത്തിനകത്ത് എന്താണോ അത് മാത്രമേ പുറത്തു വരത്തുള്ളൂ. ഹൃദയത്തിനകത്ത് നല്ലതുണ്ടെങ്കിൽ നല്ലത് പുറത്തു വരും. ഹൃദയത്തിനകത്ത് ചീത്തയാണെങ്കിൽ ചീത്ത പുറത്തു വരും. ഒരു നമ്മളൊരു യങ് യൂത്ത് ക്യാമ്പിന് പറയുന്ന ഒരു വാക്കുണ്ട്, ഗിഗോ, GIGO, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ഗാർബേജ് ആണ് അകത്ത് ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഗാർബേജ് പുറത്തു വരത്തുള്ളൂ. എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം പല യൗവനക്കാരോട് സംസാരിക്കുന്നുണ്ടേ, പലരോട് മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുന്നുണ്ടേ, അവർ നല്ല ഒന്നാന്തര സിനിമ ഡയലോഗിലാണ് തിരിച്ചു പറയുന്നത്. അവർക്ക് നല്ല റീൽസ് കണ്ട് 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 ആ ഡയലോഗുകളായി വാക്കുകളിൽ മുഴുവൻ. ദൈവവചനം ആരുടെയും വാക്കുകളിലില്ല. കൃപ വരുന്ന വാക്കുകൾ എങ്ങുമില്ല. സൗഖ്യം വരുന്ന വാക്കുകളില്ല. അല്ലെങ്കിൽ നല്ല ഒന്നാന്തരം തമാശ പറയാൻ അറിയാം. അല്ലെങ്കിൽ അവിടെ പറയുന്ന നടന്മാരും നടിമാരും പറയുന്ന ഡയലോഗുകൾ നമ്മുടെ വായിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആകാത്ത ഒരു വാക്ക് നമ്മുടെ വായിൽ ഉണ്ടാകരുത്. എവിടുന്നാ ഇത് വന്നത്? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ റീൽസ് കണ്ടിട്ട് അല്ലെങ്കിൽ എവിടെ കൃപ പകരുന്നത്? ഇവിടെ വരുമ്പോൾ അന്യഭാഷയ്ക്ക് കുറവില്ല, ഇവിടെ വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കുറവില്ല. പക്ഷെ പകൽ മുഴുവൻ റീലുകൾക്കകത്ത്, ഷോർട്സിനകത്ത്, അല്ലെങ്കിൽ സിനിമയുടെ റീലുകൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അവിടുത്തെ ജോക്കുകൾ നമ്മുടെ മനസ്സിൽ മുഴുവൻ നിൽക്കുന്നത്. സ്തോത്രം. Where are we going? How will we grow spiritually? ആ മെച്യൂരിറ്റിയിലോട്ട് നമ്മൾ എന്നെത്തും? ആകാത്ത വാക്കുകൾ സംസാരിക്കരുത്. ആകാത്ത വാക്കുകൾ കൃപ നമ്മളിൽ നിന്ന് ചോർത്തിക്കളയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ആകാത്ത വാക്കുകൾ സംസാരിക്കരുത്. അല്ലെങ്കിൽ സ്തോത്രം, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. ചിലർ കഴിഞ്ഞ ദിവസം ഇവിടെ ശുശ്രൂഷിച്ച ദേവാസൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ പലയിടത്തും ഗ്രൂപ്പിസവും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ പറയുവാനിടയായി തീർന്നു. എങ്ങനെയാണെന്നറിയോ? ബ്രദറെ, ആ ബ്രദറിനെ പറ്റി കേട്ടായിരുന്നോ? ഇല്ല. ആ ബ്രദർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോടും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നല്ല ഒന്നാന്തരം വിഷം അങ്ങോട്ട് കുത്തി കൊടുക്കും. ആ വ്യക്തിക്ക് കിട്ടിയതല്ലേ, ആ വ്യക്തി ആരോടും പറയും, ഇന്ന ബ്രദർ എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഇത് ആരോടും പറയണ്ട, ബ്രദർ സൂക്ഷിച്ച് വെച്ചാൽ മതി. അടുത്തൊരാഴ്ചയ്ക്കുള്ളിൽ അടുത്ത സഭായോഗത്തിന് മുമ്പിൽ മനഃപൂർവ്വമായി പ്രസ്താവിപ്പാൻ നിന്നെ തന്നെ സമർപ്പിച്ച് മതിയാകുള്ളൂ. യെരമ്യാവിനോട് അത് പറഞ്ഞെങ്കിൽ, യെരമ്യാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് അത് പറഞ്ഞെങ്കിൽ, വേറെ വി നമ്മളോട് എന്ത് കട്ടിയായിട്ടായിരിക്കും പറയേണ്ടി വരിക? യെശയ്യാവ് കർത്താവിൻ്റെ മഹത്വം കണ്ടപ്പം പറഞ്ഞു, കർത്താവേ, അയ്യോ, ഞാൻ അരിഷ്ടനായൊരു മനുഷ്യനാണ്, എൻ്റെ അധരങ്ങൾ ശുദ്ധിയില്ലാത്തതാ കർത്താവേ. അങ്ങനെ സമർപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ കൊണ്ടുവന്ന് നമ്മുടെ നാവിനെ ശുദ്ധീകരിപ്പാൻ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിപ്പാൻ, ഹൃദയത്തിൽ ആഴമായൊരു സർക്കംസിഷൻ നടന്നേ മതിയാകുള്ളൂ. ഒരു പരിച്ഛേദന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടത്. അത് മറ്റാരും കാണത്തില്ലായിരിക്കാം, പക്ഷെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരാഴമായ പരിച്ഛേദന, ഒരു മുറിവ്, ഒരു വേദന ആ കടന്നു വന്ന, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാവ് ശരിയല്ല, എൻ്റെ നാവ് ഞാൻ കർത്താവിന് വേണ്ടി മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഞാൻ ഈ ലോകത്തിലെ ആൾക്കാർ സംസാരിക്കുന്നത് പോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. എൻ്റെ ആ ഉള്ളിലുള്ള അധമമായതിനെ കർത്താവ് എടുത്തു മാറ്റി ഉത്തമമായത് സംസാരിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അൺഹോൾസം ടോക്ക്, കറപ്റ്റ് ആയിട്ടുള്ള ചീഞ്ഞളിഞ്ഞ അല്ലെങ്കിൽ വൃത്തികെട്ട വാക്കുകൾ, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരം, അവയെല്ലാം ഞാൻ ഒഴിഞ്ഞിട്ട് കർത്താവേ, വിശുദ്ധിയോടെ കർത്താവിനോട് നിൽപ്പാൻ ഈ തലമുറയിൽ കർത്താവിൻ്റെ നാവായി എന്നെ ഉപയോഗിക്കണമേ എന്ന് എത്ര പേര് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കും? ആത്മീയമായിട്ട് വളരണമെങ്കിൽ,
ആത്മീയമായ പക്വതയിലെത്തണമെങ്കിൽ ഹൃദയത്തിനകത്തൊരാഴമായ പരിച്ഛേദന ഉണ്ടായാൽ മതിയാകുള്ളൂ. നാവിന് ശുദ്ധീകരണം വന്നേ മതിയാകുള്ളൂ. സ്തോത്രം. അല്ലെ, പെട്ടെന്ന് ഞാൻ പോയിക്കൊള്ളട്ടെ. 5-ാമത്തേത് എഫെസ്യരുടെ 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഒന്ന് വായിക്കാമോ? 30-ാം വാക്യം. നിങ്ങളുടെ വായിൽ നിന്ന് നല്ല വാക്കല്ലാതാകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹീസ് എ പേഴ്സൺ. ഈസ് നോട്ട് ജസ്റ്റ് എ പവർ. പാട്ട് തീരാറാകുമ്പം 5-ാമത്തെ സ്റ്റാൻസ ഒന്നുകൂടി എടുത്ത് പാടുമ്പം വന്നിട്ട് പോകുന്നൊരു ശക്തി മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹീസ് ദ പേഴ്സൺ. ഹീസ് ദ തേർഡ് പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി. തൃത്വത്തിൽ 3-ാമനായി ദൈവമായിരിക്കുന്നവനാണ് നമ്മുടെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെതിരെ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ചില കാര്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കരുത്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയരുത്. ഇത്രയ്ക്കോ എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കെന്ന് പറയുവാൻ കള്ളം പറയാതെ സത്യം പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാവണം. തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ 5:19 പറയുന്നത്, ഡു നോട്ട് ക്വെൻച്ച് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കെടുക്കരുത്. അത് തീജ്വാലയെ പാപത്തെപ്പറ്റി, നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞ വാക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ നമ്മുടെ കൂടുള്ള പരിശുദ്ധാത്മാവ്, വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുക എന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് അനുസരണക്കേട് കാണിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിച്ചാൽ എന്ത് പറ്റുമെന്നറിയാമോ? യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. യെശയ്യാപ്രവചനം 63:10. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചാൽ കർത്താവ് നമുക്കെതിരെ എഴുന്നേൽക്കും. നമ്മുടെ ശത്രുവായിട്ട് നമുക്കെതിരെ എഴുന്നേൽക്കും. ദാറ്റ്സ് ദ ലാസ്റ്റ് തിങ് ദാറ്റ് യു എവർ വാണ്ട് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരിക്കലും നടക്കരുതാത്തൊരു കാര്യമായത് കർത്താവ് നമുക്ക് ശത്രുവായി തീരുക. ഈ ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞാലും യേശു ക്രിസ്തു മാത്രം നമുക്ക് മതി. അത് കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവ് നമുക്ക് ശത്രുവായി തീർന്നാൽ ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി അനുകൂലമായി നിന്നാലും നമ്മൾ ഓടിയാൽ രക്ഷപ്പെടത്തില്ല. അത് ദൈവം നമുക്കെതിരെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. ഡോണ്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരു കാരണവശാലും ദുഃഖിപ്പിക്കരുത്. അവനല്ല നമ്മൾ വീണ്ടെടുപ്പ് നാളെ നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഓരോ ദിവസവും കർത്താവേ അങ്ങ് പറയുന്നത് അനുസരിപ്പാൻ. എൻ്റെ സ്വന്തം ഇഷ്ടമല്ല. നമ്മൾ ഗലാത്യലേഖനത്തിനകത്തും റോമലേഖനത്തിനകത്തൊക്കെ അത് പറയുന്നുണ്ട്. ജഡാഭിലാഷം ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും എതിരാണ്. അതിന് തമ്മിൽ വിരോധമായിരിക്കുന്നു. തമ്മിൽ അത് നമ്മളെ ഒരു വലിയ വാർഫെയർ നടക്കുക. അതാ റോമലേഖന 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപം നിറഞ്ഞ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും എന്ന്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ എത്ര ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല. തിന്മ ചെയ്യാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. There's a struggle inside of us. അകത്ത് വലിയൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സൈഡിലേ നമ്മൾ നിൽക്കാവൂ. കർത്താവേ, എനിക്ക് കഴിയുന്നില്ല, എന്നെ ബലപ്പെടുത്തണം. അല്ലെങ്കിൽ കർത്താവ് ആ സമയത്ത് നമ്മളോട് പറയും, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിനക്ക് നിന്റെ ബലഹീനതയിൽ തികഞ്ഞ ഒരു മായം വെച്ചു. അല്ലെങ്കിൽ ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഇച്ചിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സ്റ്റാൻഡ് ഓൺ ഹിസ് സൈഡ്. ഒറ്റയ്ക്കാണെങ്കിലും സ്റ്റാൻഡ് ഓൺ ഹിസ് സൈഡ്. എഫെസ്യർ 4:31. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. ക്രിസ്ത്യൻ ഗ്രോത്ത് വേണമോ? ഡു യു വാണ്ട് ടു ഗ്രോ സ്പിരിച്വലി? ആത്മീയ പക്വതയിലേക്ക് എത്തണമോ? ഈ നമ്മൾ വീട്ടിലൊക്കെ ചെടി വളർത്തുന്നവരാണല്ലോ. നമ്മൾ ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചാൽ ഇത് വളരും. പക്ഷേ ഇതിൻ്റെ കൂടെ വളരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കളയും കൂടെ വളരും, പുല്ല് വളരും, കാട് വളരും. അതിനെ കൂടെ വളർത്തിയാൽ ഈ ചെടിക്കുള്ള പോഷകവസ്തു അവിടെ കിട്ടത്തില്ല. ഈ ചാണകവും ഇടുന്ന എല്ലുപൊടിയും വളവും എല്ലാം ഈ കള തിന്നുകൊണ്ട് പോകും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ വളരുന്ന കുറച്ച് സാധനങ്ങളാണ് കയ്പ്, കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം, ദുർഗുണം. ഇവ എന്ത് ചെയ്യണമെന്നറിയാം?
പറിച്ചെടുത്ത് കളയണം. ഒരു ദാക്ഷിണ്യം കാണിക്കരുത്, ഒരു ദാക്ഷിണ്യം കാണിക്കരുത്. Corinthians 4 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നെങ്കിലും ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, അവ കോട്ടകളെ ഇടിപ്പാൻ ദൈവസേനയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ച എന്ത് ചെയ്യും? ഇട്ടിച്ച് കളയും. ഹല്ലേലൂയ, സ്തോത്രം. അത് ഒന്നും, ഒരു ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഒരു പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ കയ്പോ കുറ്റാരമോ ദൂഷണമോ പരദൂഷണമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേരെടുക്കാൻ സമയം കൊടുക്കരുത്, അവസരങ്ങൾ കൊടുക്കരുത്. പിശാച് കൊണ്ടുവരും. നമ്മൾ വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി. പലരുടെ വാക്കുകൾ നമുക്ക് വേദന വന്നെന്നിരിക്കാം, പലരുടെ വിഷയങ്ങൾ നമുക്ക് പെരുമാറ്റങ്ങൾ നമുക്ക് വേദന വന്നെന്നിരിക്കാം. പക്ഷേ അതൊരു പിണക്കമായി, അതൊരു ഈർഷ്യയായി, ഒരു കോപമായി, ക്രോധമായി വേര് പിടിക്കാൻ അനുവദിക്കരുത്. കാരണം എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അല്ലെ, കയ്പുള്ള വേര് മുളച്ച് അനേകർ മലിനമാകും. നമുക്കായിരിക്കും കയ്പ്, അല്ലെ, പക്ഷെ അനേകർ മലിനമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കയ്പും കുറ്റാരവും ദൂഷണവും നമ്മുടെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്ത് കളയണം. അവസാനമായി 4:32, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ക്രിസ്തുവിൽ വളരണോ? കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കണോ? ക്ഷമിക്കാൻ പഠിക്കണം. ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ കർത്താവിനെ പിൻപറ്റാൻ ഇറങ്ങിയെങ്കിൽ കർത്താവിൻ്റെ ഇടുക്കവും ഞെരുക്കമുള്ള പാതയ്ക്കകത്തുള്ള ചില കാര്യങ്ങളായത്. സ്തോത്രം. ഞെരുക്കമാണ്. വാതിൽ വളരെ ഇടുക്കമുള്ളതാണ്. ഇടുക്കമുള്ള വാതിൽ കൂടെ കടക്കുവാൻ പരിശ്രമിപ്പീൻ, പോരാടുവീൻ എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. സ്തോത്രം. അങ്ങനെ കയറണമെങ്കിൽ ഈ forgiveness ഇറ്റ്സ് എ വെരി എസെൻഷ്യൽ, ഭയങ്കര എസെൻഷ്യലാണ്. കുടുംബജീവിതത്തിനകത്ത് ഇറ്റ്സ് വെരി എസെൻഷ്യൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിൽ ഒത്തിരി ഈർഷ്യയും പിണക്കവും വഴക്കും ഒക്കെ ഉണ്ടാവും. ഇറ്റ്സ് നാച്ചുറൽ. പക്ഷേ ക്ഷമിപ്പാൻ നമ്മൾ കഴിഞ്ഞേ മതിയാകുകയുള്ളൂ. ദെയർസ് നോ ഓപ്ഷൻ അബൌട്ട് ഇറ്റ്. നമുക്കൊരു ഓപ്ഷൻ ദൈവം തരുന്നില്ല. പറയുന്ന സ്റ്റാൻഡേർഡ് എന്താണെന്നറിയാമോ? ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ. ദാറ്റ്സ് എ സ്റ്റാൻഡേർഡ്. അത് PMG സഭയുടെ സ്റ്റാൻഡേർഡ് അല്ല, PMG സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതല്ല. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ദൈവം ക്ഷമിച്ച ഘോരമായ പാപങ്ങളൊക്കെ ഓർത്ത് നോക്കി. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ അനവധിയായ പാപങ്ങൾ, ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചവരെ, ഇന്ന് സന്ധ്യാസമയം വരെയുള്ള പാപങ്ങൾ എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചതുകൊണ്ട് ഞാൻ ഹാവ് നോ റൈറ്റ് ടു സ്റ്റാൻഡ് ഹിയർ അതർ ദാൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പ്രാഗൽഭ്യം കൊണ്ട്, എൻ്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ചു തന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കർത്താവ് പറയാ, ദൈവം നിങ്ങളോട് ക്രിസ്തുവിൽ ക്ഷമിച്ചതുപോലെ forgive one another. ശിശുക്കളായിരിക്കാതെ കട്ടിയുള്ള ആഹാരം കഴിക്കണമോ? വളരണമോ? ഗ്രോ ഇൻ forgiveness. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാമോ? ഹല്ലേലൂയ. നമ്മളിപ്പോഴും ശിശുക്കളാണോ? ഇപ്പോഴും കഴിയുന്നില്ല. ഈ അഗ്നിജീവിതത്തിലോട്ട് ജനിച്ച് വീണപ്പം കഴിയാതിരുന്നാൽ എനിക്ക് മനസ്സിലാകാം. പക്ഷേ കർത്താവ് പറയാം, ഇപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നില്ല. 5 വർഷം കഴിഞ്ഞിട്ടും കഴിയുന്നില്ല. ദാറ്റ്സ് വൈ ഐ ആം വറീഡ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മളതിനൊന്ന് സമർപ്പിക്കാമോ? എവിടെയൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് നമുക്കൊന്ന് ശോധന ചെയ്യാമോ? കർത്താവിനോടൊന്ന് ക്ഷമ ചോദിക്കാമോ? കർത്താവെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ആഴമായ ശുദ്ധീകരണത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരണമേ. ആത്മീയമായി പക്വതയിലെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? നമ്മളതിനെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കും. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാം. എനിക്കൊരാത്മീക വളർച്ച ആവശ്യമാണ്, എനിക്കൊരാത്മീക പക്വത ആവശ്യമാണ്. ഇത് പകൽ ഒരു തീരുമാനത്തോടെ നമുക്കിവിടെ നിന്ന് മടങ്ങിപ്പോകാം. ഈ 10ാമത് രാത്രി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഡൈവേർട്ടിംഗ് ഉണ്ടാകുന്ന രാത്രിയായി മാറട്ടെ. ഇതുവരെ ഞാൻ വന്നതുപോലല്ല കർത്താവേ,
ഇന്ന് മുതൽ വലിയൊരു തീരുമാനത്തോടെ ഞാൻ മടങ്ങിപ്പോകും. അങ്ങനെ തീരുമാനമെടുക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ വചനത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, ഹല്ലേലൂയ, അങ്ങ് എൻ്റെ ശത്രുവായി മാറുന്ന രീതിയിൽ ഞാൻ ഇനിയൊരിക്കലും മുൻപോട്ട് യാത്ര ചെയ്യുകയില്ല. എനിക്കൊരു ആത്മീക വളർച്ച ആവശ്യമാണ്. എനിക്ക് പാല് കുടിക്കുകയല്ല, കട്ടിയായ ഒരു ആഹാരം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇന്ന് രാത്രി എന്നെ അതിനായിട്ടൊന്ന് ഒരുക്കണമേ എന്ന്, ഈ വചനം എന്നെ ഒന്ന് പണിതെടുക്കണമേ എന്ന് രാത്രി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈ രാത്രി നിശ്ചയമായും ചില പണി നടക്കപ്പെടുന്ന പകലാണ്. നാം ഇവിടെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ചില ഹല്ലേലൂയ, ഇന്ന് രാത്രി ദുഷ്ടൻ കെട്ടിപ്പൊക്കിയ ചില കോട്ടകൾ ഇന്ന് രാത്രി തകർന്നു വീഴുകയാണ്. ഇന്ന് രാത്രി ആത്മീകമായി നാം പണിയപ്പെടാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ദുഷ്ടൻ നമുക്കെതിരെ കെട്ടിപ്പൊക്കിയ ചില കോട്ടകൾ സ്വർഗത്തിൽ ഇടിച്ചു കളയുന്ന രാത്രിയാണ്. ഒരു നിമിഷം സ്തോത്രം ചെയ്യാമോ? എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായി സ്തോത്രം ചെയ്യട്ടെ. ദുഷ്ടൻ്റെ ചില പദ്ധതികൾ ഇന്ന് രാത്രി തകർന്നു മാറുന്ന, നമ്മെക്കുറിച്ചുള്ള അവൻ്റെ പ്ലാനുകൾ, ഇതുവരെ വളർന്നാൽ മതി, ഇതിനപ്പുറത്തേക്ക് വളർച്ച പ്രാപിക്കരുത്, ഇതിനപ്പുറത്തേക്ക് ഒരു ദൈവകൃപയിലേക്ക് കയറരുത്, അടുത്തൊരു തലത്തിലേക്ക് വളരരുതെന്ന് പറഞ്ഞ് ചില വളർച്ചകളേക്ക് മുരടിപ്പിച്ചുകൊണ്ട് ചില മേഖലകളിലേക്ക് നമ്മുടെ ചിന്തകളെയും ചിന്താമണ്ഡലങ്ങളെയും കൊണ്ടുപോയി അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യിക്കുമ്പോൾ, ഇന്ന് രാത്രി നമുക്ക് തീരുമാനത്തോടെ ഉറക്കെ വിളിച്ചു പറയാം, ഈ രാത്രി ആ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായിട്ടല്ല, പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടവനായി, പരിശുദ്ധാത്മാവ് ഫലനാൽ പിടിക്കപ്പെട്ടവനായി ഞാൻ ഇന്ന് രാത്രി യാത്ര ചെയ്യും. പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി ഈ രാത്രി യാത്ര ചെയ്യുമെന്ന് തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ഒരു നിമിഷം നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കട്ടെ. ഈ രാത്രി ശുശ്രൂഷിപ്പാൻ അധികാരത്തോടെ വചനത്തിൻ്റെ വ്യക്തമായ ആത്മീകമായ ദൂതുകൾ ദൈവത്തിൻ്റെ ആത്മാവ് ഐശ്വര്യമായി ഈ രാത്രി നമ്മുടെ മധ്യേ കൈമാറിയല്ലോ. ശുശ്രൂഷിപ്പാൻ കർത്തദാസനെ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. പിന്നെ മൂർച്ചയുള്ള ആയുധമാക്കി പിന്നെ ഉപയോഗിക്കുവാൻ ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ നടുവിൽ ദൈവശക്തിയോടെ നിർത്തേണ്ടതിന് ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. ആ കുടുംബത്തെ കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. അത് ദൈവസഭയെ കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ചിറകടിയിൽ ഓരോ പ്രിയപ്പെട്ടവരെ ദൈവം പൊതിയട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം ചെയ്യട്ടെ. കർത്താവ് എന്നെ പണിയണം. ഈ രാത്രി കേൾക്കപ്പെട്ട വചനം എൻ്റെ ജീവിതത്തിൽ ഒരു ന്യായവിധിക്ക് കാരണമായിട്ടല്ല, എന്നെ പണിയുന്ന രാത്രിയാകണം, എന്നെ പണിയുന്ന തീരുന്ന രാത്രിയാകണം. എന്നെ ഒന്ന് പണിതെടുക്കണമേ. ഹൃദയംഗമായി രാത്രി പ്രാർത്ഥിക്കാൻ കൃപ പ്രാപിച്ച ദൈവജനം ചില നിമിഷങ്ങൾ ദൈവസന്നിധി സ്തോത്രം ചെയ്യട്ടെ. അങ്ങനെ നാം എല്ലാവരും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ രാജീവ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ടി എം കുശിപ്പാസ് ആശീർവാദം പറയുകയും ചെയ്ത് ഈ രാത്രി യോഗം ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പ്രിയ പിതാവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ വൈകിയ ശിക്ഷയിൽ അപ്പച്ചൻ്റെ പാദപീഠത്തെങ്കിൽ ദൈവസഭയായ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വരുവാൻ തിരുമേനി അവിടെ നിന്ന് സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. അമൃതിക്കായുടെയും എസ്തേറിൻ്റെ ഉപവാസം പോലെ, നെഹമ്യാവിൻ്റെ ഉപവാസം പോലെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ഉപവാസമായിട്ട് ഞങ്ങളുടെ ഉപവാസത്തെ ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ പണിക്ക്, ഈ ദേശത്തിൻ്റെ വിടുതലിന്, എല്ലാറ്റിനുപരിയായി തിരുനാമം ഈ പട്ടണത്തിൽ മഹത്വം എടുക്കുവാൻ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ അവിടെ നിന്ന് സഹായിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയെ ദൈവം അതിനായിട്ട് ഉപയോഗിക്കണമേ. ഞങ്ങൾ ഹല്ലേലൂയ എല്ലാറ്റുപരിയായി ഞങ്ങൾ ആത്മീയമായി ഒന്ന് വളരുവാൻ ഇന്ന് കേൾപ്പിച്ചതുപോലെ തിരുമേനി ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ കേവലം ഈർഷ്യയും പിണക്കവും മുഖരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ കേവലം ജഡ്ഡികന്മാരാണെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ട പദ്യവചനം സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം അവിടുത്തെ അഭിഷേകത്തിലൂടെ ഒഴിച്ചു തന്ന മഹാകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങളുടെ ഹല്ലേലൂയ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് കരുതി വെച്ച അതിമനോഹരമായ അവിടുത്തെ ഹല്ലേലൂയ ഇമ്പകരമായ ലാവണ്യ വാക്കുകൾ ഇന്ന് രാത്രികാലം കേൾപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ അത് ഞങ്ങൾ ഹല്ലേലൂയ ഏറ്റെടുത്തുകൊണ്ട് 100, 30, 60, 100 മേനിയായി ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ക്രിയ ചെയ്യുവാൻ, അത് വിളയുവാൻ, അത് ഫലം കായ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹല്ലേലൂയ പ്രതിഷ്ഠയോട് ഹല്ലേലൂയ ആമേൻ ഞങ്ങളുടെ ഹൃദയത്തിൽ വീഴപ്പെട്ടതായ ഈ വിത്തുകൾ ഹല്ലേലൂയ
ഹല്ലേലൂയ കർത്താവേ, അത് ഹല്ലേലൂയ ആമേൻ ഫലം കായ്ക്കുവാൻ തിരുമേനി അവിടെ നിന്ന് ഇടയാക്കി തീർക്കണമേ. പറവകൾ കൊത്തിയെടുത്തുകൊണ്ട് പോകുവാൻ അനുവദിക്കരുതേ. അത് മുള്ളുകളുടെ ഇടയിൽ വീണ് പോകുവാൻ അനുവദിക്കരുതേ കർത്താവേ. അത് വഴിയരികിലോ പാറപ്പുറത്തോ ഒന്നും വീഴുന്നതായി തീരരുതേ കർത്താവേ. ഹല്ലേലൂയ. തിരുമേനിയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് അവിടെ നിന്ന് ഇടയാക്കി തീർക്കണമേ. ഒരിക്കലും ദൈവം ഞങ്ങളുടെ ശത്രുവായി തീരുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വരല്ലേ കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സഭയായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു സ്പിരിച്വൽ ഗ്രോത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ വേറിയ അഭിഷക്തനെ ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചല്ലോ. പിന്നെയും അനേകർക്ക് അനുഗ്രഹമായി കലലി തീർക്കണമേ. കുടുംബത്തെ അലലും ഒറ്റമായി അനുഗ്രഹിക്കണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ. ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കുകയും ചെയ്യണമേ. യേശു കർത്താവിൻ്റെ അതിധന്യ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടും കരുണയോടും കേൾക്കണമേ നല്ല പ്രിയ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്ന് രാത്രികാലം ഐശ്വര്യമായി ദൈവവചനം പകർന്നു തന്ന കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനം അല്ലെങ്കിൽ നമുക്ക് പകർന്നു തരുവാൻ കർത്താവിടെയാക്കിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിജി സക്രയോടുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ 10:30 തന്നെ പ്രാർത്ഥിച്ച് യോഗ നടപടികൾ ആരംഭിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി മാത്യു കോട്ടയം നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. പ്രൈസ് ഗോഡ്.